എവരിവൺ, സെന്റൻസി ഇലക്ട്രിക്കലെ പുതിയൊരു ക്വസ്റ്റ്യൻ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ KCB മസ്ദൂർ എക്സാമിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലുള്ള ബാറ്ററീസ് ആൻഡ് സെൽസ് എന്നുള്ള പോർഷനാണ്. അതിലെ ഒരു നമ്മുടെ മസ്ദൂർ എക്സാമിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സെൽസ് ആൻഡ് ബാറ്ററീസ്. അതേപോലെ കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതിലെ ഇലക്ട്രോളിസിസ് ഒക്കെ ഇല്ലേ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അതിനെ പറ്റിയിട്ടൊക്കെ നോക്കിയിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരു 5 to 6 മാർക്ക് വരെ നമുക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരേ പാറ്റേണിൽ നമ്മൾ വേറെ രീതിക്കായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്, അതായത് മിസ് പറയുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സെൽസ് ആൻഡ് ബാറ്ററീസിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സെക്കൻഡറി സെല്ല്? നമുക്ക് ബാറ്ററിനെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഏതൊക്കെയാണ്? പ്രൈമറി സെല്ലെന്നും സെക്കൻഡറി സെല്ലെന്നും. അപ്പോൾ പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമുക്ക് വീണ്ടും, അതായത് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാനോ ചിലപ്പോൾ ഒരൊറ്റ ടൈമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ബാറ്ററീസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി സെൽ എന്ന് പറയുന്നത്. സെക്കൻഡറി സെല്ലാണെങ്കിൽ നമുക്ക് റീയൂസബിൾ ആണ്, അതേപോലെ റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യും. എത്ര ടൈംസ് വേണോ റീചാർജ് ചെയ്ത്, അതായത് ആ ബാറ്ററിയുടെ പവർ, ബാറ്ററി നശിച്ചു പോകുന്നത് വരെ നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. വോൾട്ടേക് സെല്ല്, ഡാനിയൽ സെല്ല്, ഡ്രൈ സെല്ല്, അതേപോലെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ലെഡ് ആസിഡ് സെല്ല്. അങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ വോൾട്ടേക് സെല്ലും ഡാനിയൽ സെല്ലും ഡ്രൈ സെല്ല് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി സെൽസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വോൾട്ടേക് സെല്ല്, ഡാനിയൽ സെല്ല് എന്ന് പറയുന്നത് പ്രൈമറി സെൽസ് ആണ്. ഇനി പ്രൈമറി സെൽസ് എന്തുകൊണ്ട്, അതായത് പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഡാനിയൽ സെൽ എന്ന് പറയുന്നത് നമ്മൾ കെമിക്കൽ സെൽസ് ആണ്, കെമിക്കൽ സെല്ലാണ്. നമ്മൾ ലാബോറട്ടറിയിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡാനിയൽ സെല്ലാണ്. അതേപോലെ ഡ്രൈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രൈ സെല്ലിന് വേറൊരു നെയിമും ഉണ്ട്, ലെക്ലാഞ്ചി സെൽ എന്നും പറയാറുണ്ട്. അതേപോലെ തന്നെ കാർബൺ സിങ്ക് സെൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ 2 ടൈപ്പ് പേരുണ്ട് ഡ്രൈ സെല്ലിന്. ഡ്രൈ സെല്ലിന് ഏതൊക്കെ പേരുണ്ട്? ലെക്ലാഞ്ചി സെല്ലും അതേപോലെ തന്നെ കാർബൺ സിങ്ക് സെല്ലെന്നും പേരുണ്ട്, മറന്നു പോകരുത്. അപ്പോൾ ഈ ഡ്രൈ സെൽ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? പ്രൈമറി സെല്ലാണ്. ഡ്രൈ സെല്ലിന് ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ടൈമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, റീയൂസബിൾ അല്ല. നമ്മൾ വൺ ടൈം പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സെൽസ് ആണ് എന്ത് പറയുന്നത്? ഡ്രൈ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലെഡ് ആസിഡ് സെല്ല്. ലെഡ് ആസിഡ് സെല്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, അതായത് എക്സാം വ്യൂവിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ലെഡ് ആസിഡിൽ നിന്ന് എന്തായാലും ചോദിക്കാറുണ്ട്. അപ്പോൾ ലെഡ് ആസിഡ് സെല്ലാണ് നമ്മുടെ സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ. നമ്മൾ ഓട്ടോമൊബൈൽസിലൊക്കെ യൂസ് ചെയ്യുന്നത് ലെഡ് ആസിഡ് സെല്ലാണ്. അതായത് കാറ്, നമ്മുടെ ഇൻവെർട്ടർ, അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഡ് ആസിഡ് സെല്ലാണ്. അപ്പോൾ ലെഡ് ആസിഡ് സെൽ എന്ന് പറയുന്നത് സെക്കൻഡറി സെല്ലിനൊരു എക്സാമ്പിൾ ആണ്. മറ്റേത് 3ഉം പ്രൈമറി സെല്ലിനൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലെഡ് ആസിഡ് സെല്ലാണ്. എ സെക്കൻഡറി സെൽ ഈസ് എ റീചാർജബിൾ സെല്ല്. റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെൽസിനെയാണ് നമ്മൾ സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്. എ ലെഡ് ആസിഡ് ബാറ്ററി ക്യാൻ ചാർജ്ഡ് ആൻഡ് ഡിസ്ചാർജ്ഡ് മെനി ടൈംസ്, സോ ഇറ്റ് ഈസ് സെക്കൻഡറി സെല്ല്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലെക്ലാഞ്ചി സെൽ ഹാസ് എ, ലെക്ലാഞ്ചി സെല്ല് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെക്ലാഞ്ചി സെല്ലിന്റെ മറ്റൊരു പേരാണ് ഡ്രൈ സെല്ല്. അതേപോലെ തന്നെ കാർബൺ സിങ്ക് സെല്ലെന്നും ഒരു പേരുണ്ട്. അപ്പോൾ അതെന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എ ഡീപോളറൈസർ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എ കാഥോഡ് ഓഫ് കാർബൺ, അല്ലെങ്കിൽ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ആൻ ഇലക്ട്രോലൈറ്റ് ഓഫ് എ H2SO4, ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ലാർജ് കറണ്ട് കപ്പാസിറ്റി. നമുക്ക് ലാസ്റ്റ് നിന്ന് വരാം, ഓപ്ഷൻ ഡി എന്ന് വരാം. ഓപ്ഷൻ ഡി എന്താ പറഞ്ഞേക്കുന്നത്? ലാർജ് കറണ്ട് കപ്പാസിറ്റി. ഒരിക്കലും ലെഡ് ആസിഡ് സെല്ലിൽ ലെക്ലാഞ്ചി സെല്ലിൽ ലാർജ് കറണ്ട് കപ്പാസിറ്റി വരത്തില്ല. ഭയങ്കര മിനിമൽ ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻ ഡി പറയാൻ പറ്റത്തില്ല. പിന്നെ ആൻ ഇലക്ട്രോലൈറ്റ് ഓഫ് H2SO4, ലെക്ലാഞ്ചി സെല്ല് അല്ലെങ്കിൽ ഡ്രൈ സെല്ലിൽ ഒരിക്കലും നമ്മൾ എന്തല്ല, H2SO4 അല്ല ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് NH4Cl.
അതായത് നമ്മുടെ അമോണിയം ക്ലോറൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. NH4Cl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് ലെക്ലാഞ്ചെ സെല്ലിൽ അല്ലെങ്കിൽ ഡ്രൈ സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കാഥോഡ് ഓഫ് എ കാർബൺ, ഇനി കാഥോഡ് എന്താണ് ആനോഡ് എന്തെന്ന് പറഞ്ഞു തരാം. കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോഡിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, കാഥോഡ് എന്ന് പറയുന്നത്. അതേപോലെ ആനോഡ് നെഗറ്റീവ് ഇലക്ട്രോഡിനെയാണ് നമ്മൾ ആനോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ലെക്ലാഞ്ചി സെല്ലിൽ യൂസ് ചെയ്യുന്ന കാഥോഡ് എന്ന് പറയുന്നത് കാർബൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് വരാം ഈ രണ്ട് ഓപ്ഷനും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും ഇലക്ട്രോലൈറ്റ് അല്ല, അപ്പോൾ ഇത് ഇലക്ട്രോലൈറ്റ് NH4Cl അമോണിയം ക്ലോറൈഡ് ആണ്. ആരുടെ ഇലക്ട്രോലൈറ്റ്, ലെക്ലാഞ്ചി സെല്ലിൻ്റെ ഇലക്ട്രോലൈറ്റ്. പക്ഷേ ഇവിടെ ഡൗട്ട് വരുന്നത് ഈ രണ്ട് ഓപ്ഷനാണ്. നമ്മളുടെ ലെക്ലാഞ്ചി സെൽ ഹാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലെക്ലാഞ്ചി സെല്ലിൽ എന്താണ്, ആനോഡാണോ കാഥോഡാണോ എന്നാണല്ലോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ പറയാം, എ ഡീപോളറൈസർ. ഇനി എ ഡീപോളറൈസർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഡീപോളറൈസർ എന്താണെന്ന് നോക്കാം. എ ലെക്ലാഞ്ചി സെൽ ഈസ് എ പ്രൈമറി സെൽ. ഇറ്റ് യൂസ് മാഗ്നീസ് ഡയോക്സൈഡ്. അതായത് ഇതിൽ നമ്മൾ മാഗ്നീസ് ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഇലക്ട്രോലിസിക്സ് നടക്കുമ്പോൾ നമ്മുടെ ഇലക്ട്രോലൈറ്റ് പോസിറ്റീവ് ആനോഡും കാഥോഡും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ഇത്. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് സിങ്കും പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാർബണും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ജാറിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇലക്ട്രോലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോ പ്ലേറ്റിംഗ്, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു മെറ്റൽ ഡോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇലക്ട്രോലിസിസ് എന്നുള്ളൊരു പ്രോസസ്സ്. ഓക്കെ, ഇതിൽ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാർബണിന് ഇൻസൈഡ് വേറൊരു ജാർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ജാർ എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ which prevent the build-up of hydrogen gas around the carbon electrode. അതായത് ഇവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന ടൈമിൽ, അതായത് അയോൺസ് മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ഒരു കാർബൺ റോഡിന് ചുറ്റും എന്തുണ്ടാവും, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. അത് പ്രിവെന്റ് ചെയ്യാൻ നമ്മളാണ് ഈ ജാറിലിട്ട് വെച്ചിരിക്കുന്നത്. അത് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാംഗനീസ് ഡയോക്സൈഡ്. നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാംഗനീസ് ഡയോക്സൈഡ്. ഓക്കെ, മാഗ്നീസ് ഡയോക്സൈഡ് എന്ന് പറയുന്ന ഡീപോളറൈസർ യൂസ് ചെയ്തിട്ടാണ് ഈ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിവെന്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഡെക്ലാഞ്ചി സെൽ അല്ലെങ്കിൽ ഡ്രൈ സെൽ ഈസ് എ പ്രൈമറി സെൽ. ഇറ്റ് യൂസ് മാഗ്നീസ് ഡയോക്സൈഡ് ആസ് എ ഡീപോളറൈസർ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാഗ്നീസ് ഡയോക്സൈഡ്. മിക്കവാറും ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ലെക്ലാഞ്ചി സെല്ലിൽ യൂസ് ചെയ്യുന്ന ഡീപോളറൈസർ ഏതാണ്, മാഗ്നീസ് ഡയോക്സൈഡ് ആണ്. as a depolarizer which prevent the build-up of hydrogen gas around the carbon electrode. കാർബൺ ഇലക്ട്രോഡിൽ ഉണ്ടാവുന്ന ഹൈഡ്രജൻ ഗ്യാസിനെ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മാഗ്നീസ് ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നത്. ദിസ് ഹെൽപ്പ് ദി സെൽ മെയിൻറ്റെയിൻ ഇറ്റ്സ് വോൾട്ടേജ് ആൻഡ് എഫിഷ്യൻസി. നമ്മുടെ സെല്ലിൻ്റെ വോൾട്ടേജും എഫിഷ്യൻസിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡീപോളറൈസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരുന്നത് അല്ലെങ്കിൽ ആൻസർ വരുന്നത് എ ഡീപോളറൈസർ. ഓക്കെ അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ളത് ബി ചിലപ്പോൾ വരുമോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ട് വരാം. അപ്പോൾ ലെക്ലാഞ്ചി സെല്ല് നമ്മുടെ ആനോഡാണോ കാഥോഡാണോ അങ്ങനെ വന്ന് ഇൻ കേസ് ഈ ഡീപോളറൈസർ ഇല്ല, വേറൊരു ഓപ്ഷനാണ് വന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബി എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ ഡീപോളറൈസർ ലെക്ലാഞ്ചി സെല്ല് അല്ലെങ്കിൽ ഡ്രൈ സെല്ലിലൊക്കെ ഇങ്ങനത്തത് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കുക, ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ഏത് ആൻസർ ആണോ വരുന്നത് ആ ആൻസർ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ അല്ലേ? അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ മാഗ്നീസ് ഡയോക്സൈഡ്. MnO2 ആണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ നമുക്ക്
അതായത് നമ്മൾ കുറേ സെൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഒരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നൊന്ന് ഒരു ടേബുലാർ കോളത്തിലാക്കിയിരിക്കുന്നതാണ്. നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് ബാക്കി ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ വേണ്ടിയിട്ടാണ് ഇതിനിടയിൽ ഞാൻ ഇതിനെ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കി പോവാം. ഓരോ സെൽസ് കൊടുത്തിട്ടുണ്ട്, പ്രൈമറി അതിൻ്റെ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, വോൾട്ടേജ് ഉണ്ട്. അതായത് നമുക്കിതിൽ നോമിനൽ വോൾട്ടേജ്, ഓരോ സെല്ലിലും നോമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോമിനൽ വോൾട്ടേജും കൊടുത്തിട്ടുണ്ട്. ആനോഡ് ഏതാണ്, അതിൽ യൂസ് ചെയ്യുന്ന കാഥോഡ് ഏതാണ്, അതിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്, യൂസ് എന്താണ്, അതിൻ്റെ യൂസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി, ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്നും കൂടെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വോൾട്ടേക് സെല്ല്. വോൾട്ടേക് സെല്ലും ഡാനിയൽ സെല്ല്, കാർബൺ സിങ്ക് സെല്ല് അല്ലെങ്കിൽ ഡ്രൈ സെല്ല്, നമ്മൾ വേറൊരു പേരും കൂടെ പറഞ്ഞു, എന്താണ്, ലെക്ലാഞ്ചി സെല്ല്. ആൽക്കലൈൻ സെല്ല്, മെർക്കുറി, ലിഥിയം. ഇത് ഇത്രയുമാണ് നമ്മുടെ പ്രൈമറി സെല്ലിലായിട്ട് വരുന്നത്. ഒന്ന് ഓർത്ത് വെക്കാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഈ ലിഥിയം സെല്ല് ഒഴികെ ബാക്കി എല്ലാത്തിനും ആനോഡായിട്ട് വരുന്നത് സിങ്ക് ആണ്. മനസ്സിലായോ? ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ ഈ ലിഥിയം സെല്ല്, പ്രൈമറി സെല്ലില് ലിഥിയം സെല്ല് ഒഴികെ ബാക്കി എല്ലാത്തിലും ആനോഡായിട്ട് വരുന്നത് ആരാണ്? സിങ്ക് ആണ്. ഇപ്പൊ തന്നെ പഠിച്ചു പോയിക്കോ. അപ്പോൾ ലിഥിയം ഒഴികെ പ്രൈമറി സെല്ലിൽ ബാക്കി വരുന്ന സെൽസിലെല്ലാം ആനോഡായിട്ട് വരുന്നത് എന്താണ്? സിങ്ക് ആണ്. ഇനി അടുത്ത് നമുക്ക് കാഥോഡ് നോക്കാം. അതിൽ വോൾട്ടേജ് സെല്ലിലും ഡാനിയൽ സെല്ലിലും കോപ്പർ ആണ്. അതേപോലെ കാർബൺ സിങ്ക് ഡ്രൈ സെല്ലിൽ കാർബൺ പ്ലസ് മാഗ്നസ് ഡയോക്സൈഡ് വരും. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി അടുത്ത ആൽക്കലൈൻ സെല്ലിലും എന്താണ് വരുന്നത്? മാഗ്നസ് ഡയോക്സൈഡ് ആണ് വരുന്നത്. അതേപോലെ മെർക്കുറി സെല്ലിൽ മെർക്കുറി ഓക്സൈഡ് ആണ് വരുന്നത്. ഇതേപോലെ ലിഥിയം സെല്ലിൽ നമ്മുടെ മാഗ്നസ് ഡയോക്സൈഡും, നമുക്ക് ആനോഡായിട്ട് വരുന്നത് ലിഥിയമാണ്. ഓക്കെ, അപ്പോൾ ലിഥിയത്തിൽ മാത്രമാണ് ആനോഡ് ലിഥിയമായിട്ട് വരുന്നത്. ബാക്കി എല്ലാത്തിലും ആനോഡ് എന്താണ്? സിങ്ക് ആണ്. അതേപോലെ ഈ വോൾട്ടേജ് റേറ്റിംഗ്സും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. അതേപോലെ ഇലക്ട്രോലൈറ്റ്, ഓരോന്നിലും ഏത് ഇലക്ട്രോലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കാർബൺ സിങ്ക് സെല്ലിൻ്റെ യൂസ്, ടോർച്ച്, റിമോട്ട്, ക്ലോക്ക്, ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കൂടുതലും കാർബൺ സിങ്ക് സെല്ല് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മെർക്കുറി സെല്ല്, വാച്ചസ്, ഹിയറിംഗ് എയ്ഡ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? മെർക്കുറി സെല്ല്. അതേപോലെ ലിഥിയം സെല്ല്, നമ്മൾ കോയിൻ സെൽസ്, നമ്മൾ കുഞ്ഞു കുഞ്ഞു സെൽസ് ഇല്ലേ, കാൽക്കുലേറ്ററിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിഥിയം സെല്ല്. ഇനി നമുക്ക് സെക്കൻഡറിയിലോട്ട് പോയാലോ? സെക്കൻഡറിയിൽ പോകുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെല്ലാണ് ലെഡ് ആസിഡ് സെല്ല്. നമ്മുടെ വോൾട്ടേജ്, നോമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 2.0. ഈ ലെഡ് ആസിഡ് സെല്ലിൽ തന്നെ ഫുള്ളി ചാർജ്ഡ് ആവുന്ന കണ്ടീഷനും ഉണ്ട്. അതേപോലെ ഫുള്ളി ഡിസ്ചാർജ് ആവുന്ന കണ്ടീഷനും ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആനോഡ് എന്ന് പറയുന്നത് സ്പോഞ്ചി ലെഡ്. ലെഡ് ആസിഡ് എന്ന് പറയുമ്പോൾ സ്പോഞ്ചി ലെഡ്, PB. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. PB അതായത് കെമിക്കൽ ഇക്വേഷൻസ്, കെമിക്കൽ ആ ഒരു ഇത് തന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ലെഡ്, സ്പോഞ്ചി ലെഡ് അല്ലെങ്കിൽ ലെഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആരുടെ? ലെഡ് ആസിഡ് സെല്ലിന്റെ ആനോഡ് എന്ന് പറയുന്നത്. കാഥോഡ് എന്ന് പറയുന്നത് ലെഡ് ഓക്സൈഡ് എന്ന് പറയുന്നതാണ്. PbO2 എന്ന് പറയുന്നതാണ് ലെഡ്. PB എന്ന് പറഞ്ഞാൽ ലെഡ്, O2 എന്ന് പറഞ്ഞാൽ ഓക്സൈഡ്. ലെഡ് ഡയോക്സൈഡ് ആണ് നമ്മുടെ എന്ത് പറയുന്നത്? ഡയോക്സൈഡ് എങ്ങനെ? O2 അല്ലേ, അപ്പോൾ ഡയോക്സൈഡ്, അതാണ് കാഥോഡായിട്ട് വരുന്നത്. ദെൻ ഇലക്ട്രോലൈറ്റ് ആയിട്ട് വരുന്നത് ഡൈലൂട്ട് H2SO4 ആണ്. നമ്മൾ കാറ്, UPS, ഇൻവെർട്ടറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലെഡ് ആസിഡ് സെല്ല്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നിക്കൽ അയോൺ അല്ലെങ്കിൽ എഡിസൺ സെൽ എന്ന് പറയും. നിക്കൽ അയോൺ അല്ലെങ്കിൽ എഡിസൺ സെല്ല് സെക്കൻഡറി ആണ്. 1.2 വോൾട്ട് ആണ് അതിൻ്റെ ഒരു വോൾട്ടേജ് വരുന്നത്. അയൺ ആണ് നമ്മുടെ ആനോഡായിട്ട് വരുന്നത്. അതേപോലെ നിക്കൽ ഓക്സി ഹൈഡ്രോക്സൈഡ് ആണ് നമ്മുടെ കാഥോഡായിട്ട് വരുന്നത്. ഇലക്ട്രോലൈറ്റ് ആയിട്ട് വരുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, KOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ, KOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇവിടെയും ഉണ്ട് പൊട്ടാസ്യം. നമ്മുടെ ആൽക്കലൈനിലും മെർക്കുറിയിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. റെയിൽവേ സിഗ്നൽസ്, ബാക്കപ്പ് സിസ്റ്റത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ നിക്കൽ കാഡ്മിയം സെല്ല് സെക്കൻഡറി സെല്ലാണ്. കാഡ്മിയം ആണ് ആനോഡും, കാഥോഡ് എന്ന് പറയുന്നത് നിക്കൽ ഓക്സി ഹൈഡ്രോക്സൈഡും. ദെൻ KOH എന്ന് പറയുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ദെൻ എമർജൻസി ലൈറ്റ്സിലും കോഡ്ലെസ് ടൂൾസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ലിഥിയം അയൺ സെല്ല്, ഇവിടെ നമ്മളൊരു ലിഥിയം സെല്ല് പറഞ്ഞു, അതല്ല ഇത്. ലിഥിയം അയൺ സെല്ല് സെക്കൻഡറി സെല്ലാണ്. 3.6 to 3.7 വോൾട്ട് വരെ ഉണ്ട്.
ദെൻ ഗ്രാഫൈറ്റ് ആണ് അതിൻ്റെ ആനോഡ്. കാഥോഡ് എന്ന് പറയുന്നത് നമ്മുടെ ലിഥിയം മെറ്റൽ ഓക്സൈഡ്. ലിഥിയം സോൾട്ട് ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ്. നമുക്ക് മൊബൈൽ ഫോൺസിലൊക്കെ ലാപ്ടോപ്സിലും EVs ഇലക്ട്രിക് വെഹിക്കിളിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ലിഥിയം അയൺ സെല്ല് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്ന് എവിടെയെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെച്ചേക്കുക. ഡൗട്ട് ഉള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എക്സാമിനൊക്കെ നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോമിനൽ വോൾട്ടേജ് നമ്മൾ അവിടെ പറഞ്ഞത് തന്നെയാണ്. ഇവിടെ ഞാൻ സ്പെസിഫിക് ഗ്രാവിറ്റി പറയാനാണ് ഈ ഒരു കോളം കൂടെ കൊണ്ടുവന്നത്. നമ്മുടെ ലെഡ് ആസിഡ് സെല്ലിൽ 1.28 വരെ ആയിരിക്കും ഫുള്ളി ചാർജ്ഡ് കണ്ടീഷൻ. ഫുള്ളി ചാർജ്ഡ് കണ്ടീഷനിലാവുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.28 ആയിരിക്കും. അതേപോലെ 1.18 ആയിരിക്കും ഡിസ്ചാർജ് ആവുന്ന കണ്ടീഷൻ. ഇത് ക്വസ്റ്റ്യൻസിൽ ചോദിക്കും, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. 1.28 ആണ് ഫുള്ളി ചാർജ്ഡ് ആവുന്ന കണ്ടീഷൻ. അതേപോലെ ഡിസ്ചാർജ് ആവുമ്പോൾ 1.18, അതായത് 1.1 to 1.2 വരെയൊക്കെ വരാം, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതിനിടയിലുള്ള ഒരു വാല്യൂസ് ആയിരിക്കും ഫുള്ളി ഡിസ്ചാർജ്ഡ് ആവുന്ന കണ്ടീഷനിൽ. നമ്മൾ ലെഡ് ആസിഡിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അതൊന്നുകൂടെ പറയും. ദെൻ ബാക്കിയുള്ളതിലൊന്നും സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ പറയുന്നില്ല. അതേപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ എങ്ങനെ മെഷർ ചെയ്യാൻ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ പറയുന്നത് ഹൈഡ്രോമീറ്റർ. ഓക്കെ, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ കപ്പാസിറ്റി ഓഫ് എ സ്റ്റോറേജ് സെൽ ഈസ് മെഷർഡ് ഇൻ. എങ്ങനെയാണ് ഒരു കപ്പാസിറ്റിയുടെ സ്റ്റോറേജ് മെഷർ ചെയ്യുന്നതെന്നാണ് ഓപ്ഷൻസ് നോക്കുക. ആംപിയർ അവർ, വാട്ട് അവർ, ജൂള്, കൂളം. നമുക്ക് താഴേന്ന് വരാം. ഓപ്ഷൻ ഡി എന്തിൻ്റെ യൂണിറ്റ് ആണ്? ചാർജിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ? ചാർജിൻ്റെ യൂണിറ്റ് ആണ് ഓപ്ഷൻ ഡി. കൂളം എന്ന് പറയുന്നത് ചാർജിൻ്റെ യൂണിറ്റ് ആണ്. ജൂളോ? എനർജിയുടെ യൂണിറ്റ് ആണ് എന്ത് പറയുന്നത്? ജൂളും. വാട്ടവറും നമ്മൾ എനർജി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആംപിയർ അവർ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി ഓഫ് എ സ്റ്റോറേജ് സെല്ല് ഈസ് മെഷേർഡ് ഇൻ ആംപിയർ അവർ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. എ കപ്പാസിറ്റി ഓഫ് എ സ്റ്റോറേജ് ബാറ്ററി ഈസ് ദി എമൗണ്ട് ഓഫ് ചാർജ് ഇറ്റ് ക്യാൻ സപ്ലൈ. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ആംപിയർ അവർ. AH എന്ന് നമുക്ക് ഷോർട്ട് ഫോമിൽ പറയാം. ദെൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എ 100 ആംപിയർ ബാറ്ററി ക്യാൻ സപ്ലൈ 10 ആംപിയർ അല്ലെങ്കിൽ 10 ആംപിയർ കറണ്ട് ഫോർ 10 hours. അതായത് 100 ആംപിയർ ബാറ്ററി ഉള്ള ഒരു സംഭവമാണെങ്കിൽ അതിൽ എത്ര സപ്ലൈ ചെയ്യും? 10 ആംപിയർ 10 hours കൊടുക്കും. അതാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ യൂണിറ്റ് എന്താണ്, അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത് എന്താണ്? മെഷർഡ് ഇൻ എ ആംപിയർ അവർ. പഠിച്ചു വെച്ചേക്കണേ, ചോദിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The active material on the negative plate of a fully charged lead acid cell. ലെഡ് ആസിഡ് സെല്ലിൽ ഫുള്ളി ചാർജ്ഡ് ആവുന്ന കണ്ടീഷനിൽ നെഗറ്റീവ് പ്ലേറ്റ് ഏതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ലെഡ് ആസിഡ് സെല്ല് നേരത്തെ ആ ടേബിളർ കോളത്തിൽ പറഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണെന്ന്. നെഗറ്റീവ് പ്ലേറ്റ് ഏതാ വരുന്നത്? നമ്മുടെ പ്യുവർ ലെഡാണ് നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്യുവർ ലെഡാണ് നമ്മുടെ നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബാക്കി നമുക്ക് നോക്കാം. റെഡ് ലെഡ് എന്തായാലും വരത്തില്ല. പിന്നെ ലെഡ് പെറോക്സൈഡ് എന്താണ്? ലെഡ് പെറോക്സൈഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡിനെയാണ് നമ്മുടെ ലെഡ് പെറോക്സൈഡ് എന്ന് പറയുന്നത്. അതായത് PbO2. ഓക്കെ, ഇത് PB എന്ന് പറയുന്നത് പ്യുവർ ലെഡ് അല്ലെങ്കിൽ സ്പോഞ്ചി ലെഡ് എന്നും ഓപ്ഷൻസ് ചോദിക്കാം. കൺഫ്യൂഷൻ ആവരുത്. പ്യുവർ ലെഡ് അല്ലെങ്കിൽ സ്പോഞ്ചി ലെഡ് എന്ന് പറഞ്ഞാലും നമ്മൾ എന്താ പറയേണ്ടത്? നെഗറ്റീവ് പ്ലേറ്റ് എന്നാണ് പറയേണ്ടത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. പ്യുവർ ലെഡ് നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇൻ എ ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററി പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡ് ആയിരിക്കും. അതേപോലെ നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് പ്യുവർ ലെഡ് ആയിരിക്കും. ഇതിനി തിരിച്ചും ചോദിക്കാം അല്ലേ? പോസിറ്റീവ് പ്ലേറ്റ് ചോദിച്ചാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വേറെ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ഇലക്ട്രോലൈറ്റ് ഏതാണെന്നും ചോദിക്കാം. നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് H2SO4, അതായത് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കേട്ടോ, ഇലക്ട്രോലൈറ്റ്.
ഓക്കെ, നമ്മുടെ ഡൈലൂട്ട് H2 സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ ലെഡ് ആസിഡിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ്. മറന്നു പോകരുത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ ലെഡ് ആസിഡ് ബാറ്ററി? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, സംശയമൊന്നും വേണ്ട. നമ്മുടെ ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ്. കണ്ടല്ലോ, ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ്. ലെഡ് ആസിഡ് ബാറ്ററി യൂസ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആസ് ദ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, നേരത്തെ പറഞ്ഞതാണ്. ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉപ്പിന്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല. ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ ബാറ്ററിയുടെ ഡോപ്പിങ്ങിന് അല്ലെങ്കിൽ ബാറ്ററിയുടെ ഡോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. അതുമല്ല, ഹൈഡ്രോക്ലോറിക് ആസിഡും അല്ല. അപ്പൊ ലെഡ് ആസിഡിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മെഷർ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഇൻ എ ലെഡ് ആസിഡ് ബാറ്ററി? ലെഡ് ആസിഡ് ബാറ്ററിയിലുള്ള ഇലക്ട്രോലൈറ്റിനെ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് നമ്മൾ ചോദിക്കുന്നത്. നേരത്തെ ഞാൻ ഇതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? നമ്മളെ ഓപ്ഷൻ എ ആണ്, ഹൈഡ്രോമീറ്റർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഈ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് നമുക്ക് മറ്റൊരു പേരും കൂടെ പറയാം, ഡെൻസിറ്റി എന്നും ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ ഡെൻസിറ്റി എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഹൈഡ്രോമീറ്റർ. ഓക്കെ, ഓപ്ഷൻ എ ഹൈഡ്രോമീറ്റർ. എ ഹൈഡ്രോമീറ്റർ മെഷർ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ ഡെൻസിറ്റി ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. ഇറ്റ് ഹെൽപ്പ് ഡിറ്റർമൈൻ ദ ബാറ്ററി സ്റ്റേറ്റ് ഓഫ് ചാർജ്. നമ്മുടെ ബാറ്ററിയുടെ ചാർജ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചോണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെവൻത് ക്വസ്റ്റ്യൻ. എ നമ്പർ ഓഫ് സെൽസ് ആർ കണക്റ്റഡ് ടുഗദർ ടു ഒബ്റ്റെയിൻ ഹൈ വോൾട്ടേജ്. ഓക്കെ, ഇൻ വിച്ച് വേ ആർ ദ സെൽസ് ആർ കണക്റ്റഡ്? ഓക്കെ, നമുക്ക് കോമ്പിനേഷൻ ഓഫ് സെൽസ് നമുക്കൊന്ന് പോവാം അതിലോട്ടൊന്ന്, അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്. നമുക്ക് രണ്ട് രീതിക്കാണ്, നമ്മൾ റെസിസ്റ്ററും കപ്പാസിറ്ററിലും ഒക്കെ തരംതിരിക്കുന്നത് പോലെ നമുക്ക് രണ്ട് രീതിക്ക് തിരിക്കാം, സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്പർ ഓഫ് സെൽസ് ആർ കണക്റ്റഡ് ടുഗദർ. ടുഗദർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുക എന്തായിരിക്കും? ടുഗദർ ടു ഒബ്റ്റെയിൻ ഹൈ വോൾട്ടേജ്. ടുഗദർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുക സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ടൈമിൽ ഹൈ വോൾട്ടേജ് കിട്ടുന്ന കണക്ഷൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒട്ടും ഡൗട്ട് വേണ്ട, നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ പാരലൽ എന്ന് പറയുമ്പോൾ അപ്പോഴെങ്ങനെയായിരിക്കും? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമായിരിക്കുമോ? ഇല്ല. നമ്മുടെ സീരീസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് പോകുമ്പോൾ ഓരോ വോൾട്ടേജ് ആഡപ്പായി വരും. ഓക്കെ, പാരലൽ ആണെങ്കിൽ ഡിക്രീസ് ആയിരിക്കും ചെയ്യുന്നത്, വോൾട്ടേജ് സെയിം ആയിരിക്കും, അതുകൊണ്ട് വേരിയേഷൻസ് ഒന്നും വരത്തില്ല. പക്ഷേ സീരീസിൽ, അപ്പോൾ സീരീസിൽ ആരായിരിക്കും സെയിം അല്ലെങ്കിൽ ആരായിരിക്കും അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്? കറണ്ട് ആയിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ട്, സെയിം കറണ്ട് ആയിരിക്കും ഓരോ സെൽസിലൂടെയും ഫ്ലോ ചെയ്യുന്നത്. ആ ടൈമിൽ നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സെൽസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. പാരലലിലാണെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓർത്ത് വെക്കാം. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി സീരീസ്. To obtain higher voltage, cells are connected in series. ഹയർ വോൾട്ടേജ് കിട്ടണമെങ്കിൽ സെൽസിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഇൻ എ സീരീസ് കണക്ഷൻ ദ വോൾട്ടേജ് ഓഫ് ഇൻഡിവിജ്വൽ സെൽസ് ആർ ആഡഡ് ടുഗദർ. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സീരീസ് വോൾട്ടേജിൽ ഇൻക്രീസ് ചെയ്യുന്നത് വോൾട്ടേജ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്, പാരലലിലാണെങ്കിൽ കറണ്ട് കപ്പാസിറ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ സീരീസ് വോൾട്ടേജിൽ ഡിക്രീസ് ചെയ്യുന്നത് ആരായിരിക്കും? കറണ്ട് കപ്പാസിറ്റി ആയിരിക്കും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നത്. പാരലലിൽ ആരായിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നത്? വോൾട്ടേജ് ആയിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ 8th ക്വസ്റ്റ്യൻ വരുന്നത് ഒരു പ്രോബ്ലം ആണ്. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സിമ്പിൾ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് എ ബാറ്ററി ഹാവിങ് 10 cells ഈച്ച് ഓഫ് 2 volt. ഓക്കെ, നമുക്ക് 10 സെൽസ് തന്നിട്ടുണ്ട്. ഒരു ബാറ്ററിയിൽ 10 സെൽസ് ഉണ്ട്. ഓരോ സെല്ലിൻ്റെയും വോൾട്ടേജ് ആണ് 2 volt. ഔട്ട് ഓഫ് വിച്ച് 2 of them are connected in reverse direction by mistake. ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ 2 ബാറ്ററീസ് അല്ലെങ്കിൽ 2 സെൽസ് തിരിച്ച് റിവേഴ്സിലാണ് കണക്ട് ചെയ്തത്. വാട്ട് ഈസ് ഇറ്റ്സ് എഫക്റ്റീവ് വോൾട്ടേജ്? അപ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റീവ് വോൾട്ടേജ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ് വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇങ്ങനെയാണ്: ടോട്ടൽ സെൽസ്
-2 ഇൻറ്റു റിവേഴ്സ്ഡ് സെൽ, ഓക്കെ, ഇൻറ്റു വോൾട്ടേജ് പെർ സെൽ. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ നമുക്ക് ടോട്ടൽ എഫക്റ്റീവ് വോൾട്ടേജ് EV എന്നാണ്, എഫക്റ്റീവ് വോൾട്ടേജ് ആണ്. ഓക്കെ, ടോട്ടൽ സെൽസ് എന്ന് പറയുന്നത് നമുക്കിവിടെ 10 എന്ന് തന്നിട്ടുണ്ട്. 10 2 ഇൻറ്റു, ഓക്കെ, നമ്മുടെ എത്ര സെൽസ് ആണ് റിവേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? 2 സെൽസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഓരോ സെല്ലിൻ്റെയും വോൾട്ടേജ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 10 - 4 ഇൻറ്റു 2. 10 - 4 എന്ന് പറയുന്നത് എത്രയാണ്? 6. 6 ഇൻറ്റു 2 എന്ന് പറയുന്നത് 12 വോൾട്ട്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ എഫക്റ്റീവ് വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ട ഈ ഒരു ഇക്വേഷൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇവിടെ 10 സെൽസും ഓരോ സെല്ലിനും 2 വോൾട്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, 15 സെൽസ് തരാം. അതേപോലെ റിവേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് 4 സെൽസ് ആണ്. അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് കൺഫ്യൂഷൻ ആയോ ഇത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എഫക്റ്റീവ് വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നമ്മുടെ 9th ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൽ ഡസ് എ റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ്? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ലക്ലാഞ്ചി സെൽ, വോൾട്ടേക് സെൽ, സെക്കൻഡറി സെൽ ആൻഡ് ഡ്രൈ സെൽ. റിവേഴ്സിബിൾ, ഡസ് എ റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ, അതായത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സെല്ലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒട്ടും ഡൗട്ട് വേണ്ട, ഏതാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്? നമ്മുടെ സെക്കൻഡറി സെൽസിലാണ് കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സിബിൾ നടക്കുന്നത്, അല്ലെ? മറ്റതിൽ രണ്ടിലും എങ്ങനെയാണ്? ലക്ലാഞ്ചിയും വോൾട്ടേക് സെല്ലും ഡ്രൈ സെല്ലും നമ്മുടെ പ്രൈമറി സെൽസ് ആണ്. നമ്മുടെ സെക്കൻഡറി സെൽസ് ആയിട്ടുള്ള ലെഡ് ആസിഡ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ലിലൊക്കെയാണ് എന്ത് നടക്കുന്നത്? റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ സെക്കൻഡറി സെല്ലിന് പകരം ലെഡ് ആസിഡ് സെല്ലെന്നും തന്നിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. എ സെക്കൻഡറി സെൽ ഈസ് എ റീചാർജബിൾ ബിക്കോസ് ഇറ്റ്സ് chemical action is reversible. After discharging, it can be recharged by passing electric current in the opposite direction. Opposite direction ആയിട്ടാണ് ഡിസ്ചാർജിങ് ടൈമിൽ വരുന്നത് കൊണ്ടാണ് ഇതിനെ റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? സെക്കൻഡറി സെല്ലാണ്. മറ്റേ ഓപ്ഷൻസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, പ്രൈമറി സെൽ എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ എ നിക്കൽ അയോൺ സെൽ ഈസ് ഏത് ഇലക്ട്രോലൈറ്റ് ആണ് നിക്കൽ അയോണിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡൈല്യൂട്ട് HCl, ഡൈല്യൂട്ട് H2SO4, അമോണിയം സൾഫേറ്റ്, അതേപോലെ തന്നെ നമ്മുടെ KOH. നമുക്ക് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ദ നിക്കൽ അയോൺ അല്ലെങ്കിൽ എഡിസൺ സെല്ല് യൂസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ as its electrolyte. Unlike lead acid battery, KOH does not take part in the chemical reaction. It only helps കണ്ടക്ട് അയോൺസ്. നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എന്താണ് കാരണം? ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻസിൽ അതിൽ നേരിട്ട് പങ്കെടുക്കത്തില്ല. അത് ഒൺലി ഹെൽപ്സ് ദ കണ്ടക്ട് അയോൺസ്. അയോൺസ് കണ്ടക്ട് ചെയ്യാൻ മാത്രമേ സഹായിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലെഡ് ആസിഡിൽ യൂസ് ചെയ്യാത്തത്. അപ്പോൾ നിക്കൽ അയോൺ ബാറ്ററിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഏതാണ്? പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ KOH. ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ഇലക്ട്രോലൈറ്റ് ഓഫ് എ ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെല്ല്. ഒരു ലെഡ് ആസിഡ് സെല്ല് ഫുള്ളായിട്ട് ചാർജ് ചെയ്യുന്ന ടൈമിൽ അവിടെ ഉണ്ടാകുന്ന സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ആ ടേബിളാർ കോളത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓക്കെ, ഫുള്ളി ചാർജ്ഡ് കണ്ടീഷനിൽ നമ്മുടെ ലെഡ് ആസിഡ് സെല്ലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.28 ആയിരിക്കും.
ഓക്കെ, ഫുള്ളി ചാർജ്ഡ് ആവുന്ന കണ്ടീഷനിൽ. അപ്പോൾ ഫുള്ളി ഡിസ്ചാർജ്ഡ് ആവുന്ന കണ്ടീഷനിൽ 1.1 to 1.2, അതായത് 1.1നും 1.2നും ഇടയ്ക്കുള്ളൊരു വാല്യൂസിലൊക്കെ എന്ത് വരാറുണ്ട്? ഫുള്ളി ഡിസ്ചാർജ്ഡ് ആവുന്ന കണ്ടീഷനിൽ വരാറുണ്ട്. അത് ഓർത്തോളാം. Okay, a fully charged lead acid battery has an electrolyte specific gravity of 1.28 at a room temperature. As the battery discharge, the specific gravity decreases. Battery discharge in the time specific gravity decrease ചെയ്യും. Battery charge ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യും? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് 1.28 എന്ന് പറയുന്നതാണ് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കളർ ഓഫ് പോസിറ്റീവ് പ്ലേറ്റ് ഇൻ എ ഫുള്ളി ഡിസ്ചാർജ്ഡ് ലെഡ് ആസിഡ് സെല്ല്? ഇവിടെ നോക്കാം, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫുള്ളി ഡിസ്ചാർജ്ഡ് ആവുന്ന സമയത്ത് ലെഡ് ആസിഡ് സെല്ലിൻ്റെ കളർ, അതായത് ആ രണ്ട് പോസിറ്റീവ് പ്ലേറ്റിൻ്റെയും കളർ എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മറ്റേ ബാക്കി ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. When a lead acid battery is fully discharged, both the positive and the negative plate become coated with lead sulfate. Lead sulfate കൊണ്ട് കോട്ട് ചെയ്തിരിക്കും. അതായത് പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും എന്ത് ചെയ്യും? കോട്ട് ചെയ്തിരിക്കും ലെഡ് സൾഫേറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ഇവിടെ ചോദിക്കുകയാണ്, ഫുള്ളി ഡിസ്ചാർജ്ഡ് കണ്ടീഷനിൽ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? വൈറ്റിഷ് ആയിരിക്കും. കാരണം ലെഡ് സൾഫേറ്റ് അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ആ ഒരു വൈറ്റ് കളർ വരുന്നത്. ഗിവിങ് ദം എ വൈറ്റിഷ് അപ്പിയറൻസ്. അങ്ങനെയാണ് വൈറ്റിഷ് അപ്പിയറൻസ് വരുന്നത്. ഓക്കെ, ഇത് ഫുള്ളി ഡിസ്ചാർജ്ഡ് ആവുന്ന കണ്ടീഷനിലാണ്. അപ്പോൾ ചാർജ്ഡ് കണ്ടീഷനിൽ എങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വന്നില്ലേ? അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫുള്ളി ചാർജ്ഡ് കണ്ടീഷൻ ആവുമ്പോൾ പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ബ്രൗൺ ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫുള്ളി ചാർജ്ഡ് ആവുമ്പോൾ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ കളർ എന്താണ്? ചോക്ലേറ്റ് ബ്രൗൺ ആണ്. അതായത് നമ്മുടെ ലെഡ് ഓക്സൈഡിൻ്റെ കളർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ബ്രൗൺ ആണ്. നെഗറ്റീവ് പ്ലേറ്റിൻ്റെ കളർ അല്ലെങ്കിൽ സ്പോഞ്ചി ലെഡിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രേ ആയിരിക്കും. ഓക്കെ അല്ലേ? ഫുള്ളി ചാർജ്ഡ് ആകുന്ന കണ്ടീഷനിൽ നമ്മുടെ പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ടുള്ള ലെഡ് ഓക്സൈഡിൻ്റെ കളർ എന്താണ്? നമ്മുടെ ചോക്ലേറ്റ് ബ്രൗൺ ആണ്. അതേപോലെ സ്പോഞ്ചി ലെഡിൻ്റെ കളർ എന്താണ്? ഗ്രേ കളർ ആയിരിക്കും. മറന്നു പോകരുത്. പക്ഷേ ഫുള്ളി ഡിസ്ചാർജ്ഡ് ആവുന്ന സമയത്ത് രണ്ടിൻ്റെയും കളർ എന്തായിരിക്കും? വൈറ്റിഷ് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. ഓക്കെ, അടുത്ത ദ നമ്പർ ഓഫ് നെഗറ്റീവ് പ്ലേറ്റ്സ് ഇൻ എ ലെഡ് ആസിഡ് സെൽ ഈസ്. എത്ര നമ്പർ ഓഫ് പ്ലേറ്റ്സ് ലെഡ് ആസിഡ് സെല്ലിൽ വന്ന്? ഇപ്പം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിൽ കൂടുതലും ലെഡ് ആസിഡ് സെല്ലിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ലെഡ് ആസിഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ലെഡ് ആസിഡ് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കണം എന്ന് അതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലെഡ് ആസിഡിൻ്റെ സെൽസ് കൂടുതലും എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ലെഡ് ആസിഡ് സെല്ല് കൂടുതലും ലെഡ് ആസിഡിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ലെഡ് ആസിഡ് സെല്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ നമ്പർ ഓഫ് നെഗറ്റീവ് പ്ലേറ്റ്സ് ഇൻ എ ലെഡ് ആസിഡ് സെൽ ഈസ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 1 more than നമ്പർ ഓഫ് പോസിറ്റീവ് പ്ലേറ്റ്സ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 less than നമ്പർ ഓഫ് പോസിറ്റീവ് പ്ലേറ്റ്സ്, ഈക്വൽ ടു ദ നമ്പർ ഓഫ് പോസിറ്റീവ് പ്ലേറ്റ്സ്. ദർ ഇസ് എ നോ സച്ച് എ റെസ്ട്രിക്ഷൻ. ഒരു റെസ്ട്രിക്ഷനും ഇല്ല എന്നാണ്. എന്നാൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് വരത്തില്ല. ഈക്വൽ നമ്പേഴ്സ് കൊടുത്താലും വരത്തില്ല. ആദ്യത്തെ 2 ഓപ്ഷൻസ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ പോസിറ്റീവ് പ്ലേറ്റ് ഞാനൊരു 5 കൊടുത്തെന്ന് വിചാരിച്ചോ. ഓക്കെ, എങ്കിൽ അതിൻ്റെ ഒന്നുകൂടെ കൂട്ടിയിട്ട് വേണം ഞാൻ നെഗറ്റീവ് പ്ലേറ്റിൽ വെക്കാണ്ട്. ഇപ്പം ഞാൻ പോസിറ്റീവ് പ്ലേറ്റ് 5 യൂസ് ചെയ്തെങ്കിൽ എൻ്റെ നെഗറ്റീവ് പ്ലേറ്റ് അപ്പോൾ എത്ര ആയിരിക്കണം? 6 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ എ, 1 more than നമ്പർ ഓഫ് പോസിറ്റീവ് പ്ലേറ്റ്. പോസിറ്റീവ് പ്ലേറ്റ് എത്ര എടുക്കുന്നോ അതിൽ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് വേണം നെഗറ്റീവ് പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഓപ്ഷൻ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
ഓപ്ഷൻ എ ആയിട്ടാണ് ആൻസർ വരുന്നത്. 1 more than number of positive plates. എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഇൻ എ ലെഡ് ആസിഡ് ബാറ്ററി ദ നമ്പർ ഓഫ് നെഗറ്റീവ് പ്ലേറ്റ്സ് ഈസ് ഓൾവേസ് 1 more than the number of positive plates. This arrangement ensures both the sides of every positive plates are active, increasing efficiency. എഫിഷ്യൻസി കൂട്ടാനും അതേപോലെ തന്നെ ആക്റ്റീവ് ആയിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 1.5 volt cells are connected in parallel. The output voltage. ഓക്കെ, നിങ്ങൾ നേരത്തെ ഞാൻ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പിടികിട്ടും. ഓപ്ഷൻസ് നോക്കാം. 9 volt, 6 volt, അതേപോലെ 3 volt, 1.5 volt. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 1.5 volt സെൽസ് കണക്റ്റഡ് ഇൻ പാരലൽ ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആ ടൈമിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.5 volt എന്ന് തന്നിട്ടുണ്ട്. ഇത് പാരലലായിട്ട് കണക്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആരായിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സെയിം ആയിട്ട് വേരിയേഷൻ ഒന്നും വരാതെ നിൽക്കുന്നത് ആരായിരിക്കും? പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്, 1.5 volt. വേരി ചെയ്യത്തില്ല. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് പാരലൽ കണക്ഷനിൽ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത് 1.5 ആയിരിക്കും. ഓക്കെ, ഈ 9 volt ഒന്ന് നിങ്ങൾ നോക്കിക്കേ. 9 volt എന്തിനായിരിക്കും? സീരീസ് കണക്ഷൻ ആയിരിക്കും. സീരീസ് കണക്ഷനിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ 9 volt ആയിരിക്കും. കാരണം 1.5 പ്ലസ് നമ്മൾ 6 times കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 9 volt ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 1.5 into 6 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 9 volt എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സീരീസ് കണക്ഷനിൽ വരുമ്പോൾ 9 volt എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഓപ്ഷൻ നോക്കാം. When the cells are connected in parallel, the voltage remains the same, but the current capacity increases. ഇവിടെ നമുക്ക് കറണ്ട് കപ്പാസിറ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്, നമ്മുടെ വോൾട്ടേജിന് വേരിയേഷൻസ് ഒന്നും വരത്തില്ല. അപ്പം നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇതാ കൊടുത്തിട്ടുണ്ട്. സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും, കറണ്ട് കപ്പാസിറ്റി റിമെയിൻസ് ദി സെയിം. കറണ്ട് കപ്പാസിറ്റി ആയിരിക്കും സെയിം ആയിട്ടുള്ളത്. അതേപോലെ പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് റിമെയിൻസ് ദി സെയിം, കറണ്ട് കപ്പാസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ. അപ്പം നമുക്ക് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈപ്പ് ഓഫ് സെൽ വിച്ച് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ബട്ടൺ സെൽസ് ഇൻ എ ഇലക്ട്രിക് വാച്ചസ് ആർ. ഇതിൽ ഏത് സെല്ലാണ് നമ്മൾ ബട്ടൺ സെല്ലായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, സിൽവർ ഓക്സൈഡ് സെല്ല്. ഓക്കെ, നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. Silver oxide cells are commonly used in electronic watches, calculators, hearing aids, and small electronic device because they provide a stable voltage, have a long life. അതായത് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. നമ്മൾ എന്താണ് വാച്ചസ് ഒക്കെ നമുക്ക് ഒരൊറ്റ ടൈമിനല്ല നമുക്ക് യൂസ് ചെയ്യേണ്ടത്, കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യണം. സോ അങ്ങനത്തെ സാധനങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിൽവർ ഓക്സൈഡ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കോമ്പാക്റ്റ് ആൻഡ് റിലയബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സെല്ലാണ് നമ്മുടെ സിൽവർ ഓക്സൈഡ് സെല്ല്. അപ്പോൾ നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ സെല്ല് ആൻസർ ആയിട്ട് വരുന്നത്. ലക്ലാഞ്ച് സെല്ല് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രൈമറി സെല്ലാണ്, ഡ്രൈ സെല്ലാണ്. അതേപോലെ കാർബൺ സിങ്ക് സെല്ലും നമ്മുടെ എന്താണ് ലക്ലാഞ്ച് സെല്ലിൻ്റെ മറ്റൊരു പേരാണ് കാർബൺ സിങ്ക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, സിങ്ക് ക്ലോറൈഡ് സെല്ലും അല്ല. അപ്പം നമുക്ക് ഓപ്ഷൻ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി, സിൽവർ ഓക്സൈഡ് സെല്ലാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The collection of hydrogen gas around the positive electrode of a cell is called. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈഡ്രജൻ ഗ്യാസ് നമ്മുടെ എന്താണ് ലക്ലാഞ്ച് സെല്ല് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈഡ്രജൻ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പേരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പോളറൈസേഷൻ. ഓക്കെ, ഇനി നമ്മുടെ
അയണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനയോണും കാറ്റയോണും ഇല്ലേ, അതായത് അയോൺസിൻ്റെ മൂവ്മെൻറ്റ്, നമ്മുടെ ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് അയൺസ് മൂവ് ചെയ്യുമല്ലോ, അയൺസിനെ നമ്മൾ എന്ത് കൊടുക്കുന്നത്, വിട്ടുകൊടുക്കുന്നതും അതേപോലെ നമ്മൾ ഗെയിൻ ചെയ്യുന്നതും ലോസ് ചെയ്യുന്നതിനെയുമാണ് നമ്മൾ അയണൈസേഷൻ എന്ന് പറയുന്നത്. അമൽഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിങ്ക് കോട്ടിങ്, മെർക്കുറിയിൽ സിങ്ക് കോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അമൽഗമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത് കെമിക്കൽ കോമ്പൗണ്ട്സിൽ നമ്മൾ ഹൈഡ്രജൻസിനെ ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ 3 ഓപ്ഷനും വേണ്ട. ഈ അയണൈസേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ ഗെയിനിങ്ങും ലോസിങ്ങും, അയോൺസിനെ ഗെയിൻ ചെയ്യുന്നതും ലോസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് അയണൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് പോളറൈസേഷൻ ആണ്. During the operation of primary cell, hydrogen gas bubbles may collect around the positive electrode cathode. കാഥോഡിൽ നമുക്ക് എന്തുണ്ടാവും, ഒരു ഹൈഡ്രജൻ ബബിൾസ് ഉണ്ടാവും, അത് കളക്ട് ചെയ്യുന്നത് നമ്മുടെ കാഥോഡിലായിരിക്കും. ദിസ് ഇൻക്രീസ് ദി ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ല്. ഇത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാവും. ആൻഡ് റെഡ്യൂസ് ഇറ്റ്സ് വോൾട്ടേജ് ആൻഡ് എഫിഷ്യൻസി. വോൾട്ടേജും എഫിഷ്യൻസിയും കുറയ്ക്കാനും സാധ്യതയുണ്ട്. സോ ആ ഒരു ഫിനോമിനോണിനെ നമ്മൾ പറയുന്ന പേരാണ് പോളറൈസേഷൻ. ഓക്കെ, അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സാധനം യൂസ് ചെയ്യും, ഡീപോളറൈസർ. അതിൻ്റെ പേരെന്തായിരുന്നു, മാംഗനീസ് ഡയോക്സൈഡ്. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17th question. 10 dry cell produce 15 volt. If they are connected in parallel, the combination would produce. എന്തായിരിക്കും, ഏത് കോമ്പിനേഷനിൽ വരുമ്പോഴായിരിക്കും നമ്മുടെ അതായത് എന്താണ് 15 വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇഫ് ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദ കോമ്പിനേഷൻ വുഡ് പ്രൊഡ്യൂസ്. പാരലൽ കണക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. 1.5 വോൾട്ട്, 15 വോൾട്ട്, 13 വോൾട്ട്, നൺ ഓഫ് ദി എബവ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് ഇതിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ആൻസർ വരുന്നത്. 10 ഡ്രൈ സെൽസ് പ്രൊഡ്യൂസ് 15 വോൾട്ട്. അതായത് 10 സെല്ല് തന്നിട്ടുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനൊരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ സെൽസ് ഫസ്റ്റ്ലി എങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക, സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. കാരണം സീരീസിൽ ആരാണ് കൂടുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും, കറണ്ട് കപ്പാസിറ്റി ആണ് സെയിം ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കാം, ഇവിടെ എനിക്ക് 10 വോൾട്ട് തന്നിട്ടുണ്ട്, 10 സെൽസ് തന്നിട്ടുണ്ട്. 10 സെൽസ് ഞാൻ എന്ത് ചെയ്യുന്നു, 15 നമുക്ക് അതായത് അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 15 ആണ് കിട്ടുന്നത്. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഓരോ സെല്ലിൻ്റെ വോൾട്ടേജ് എത്രയായിരിക്കും, 1.5 അല്ലേ. അപ്പോൾ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് എത്രയാണ്, 1.5. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ, അത് നമ്മൾ പാരലലിൽ കണക്ട് ചെയ്തു. പാരലി കണക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആരായിരിക്കും സെയിമോ, വോൾട്ടേജ് ആയിരിക്കും സെയിം. അപ്പോൾ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.5 വോൾട്ടാണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളിവിടെ പാരലലിൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 1.5 വോൾട്ട് എന്നായിരിക്കും. ഓക്കെ, എങ്ങനെയാന്ന് നോക്കാം. ഈച്ച് ഡ്രൈ സെൽ ഹാസ് എ വോൾട്ടേജ് 1.5 വോൾട്ട്. ഓരോ സെല്ലിലും 1.5 വോൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നെ നോക്കുക. 10 ഡ്രൈ സെൽ പ്രൊഡ്യൂസ് 15 വോൾട്ട്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സീരീസ് കണക്ഷൻ ആയിരിക്കുമെന്ന് നിങ്ങൾ എന്നെ ഓർക്കുക. ദെൻ അതിനെ ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര സെൽസ് ആണോ തന്നിട്ടുള്ളത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതായിരിക്കും അതിൻ്റെ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ വോൾട്ടേജ് ആയിരിക്കും പാരലലി കണക്ട് ചെയ്താലും. ദെൻ ഇൻ പാരലൽ കണക്ഷൻ ദ വോൾട്ടേജ് റിമെയിൻസ് ദി സെയിം ആസ് ദാറ്റ് ഓഫ് വൺ സെല്ല്. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ആ ഒരൊറ്റ സെല്ലിൻ്റെ വോൾട്ടേജ് തന്നെ ആയിരിക്കും. അവിടെ എത്ര സെൽസ് കണക്ട് ചെയ്താലും നമുക്ക് സെയിം വോൾട്ടേജ് തന്നെയായിരിക്കും. കറണ്ട് കപ്പാസിറ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ കറണ്ടിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് 1.5 വോൾട്ട് എന്നുള്ള ആൻസർ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സോളാർ സെൽ പ്രൊവൈഡ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്താണ് സോളാർ സെല്ല് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, വോൾട്ടേജ് സെല്ലാണ് ആൻസർ. അതായത് എ സോളാർ സെൽ കൺവേർട്ട്സ് സൺലൈറ്റ് ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി യൂസിങ് the photovoltaic effect, hence it is called photovoltaic cell.
ഓക്കെ, ഇത് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ സോളാർ സെൽ പ്രൊവൈഡ് ആസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫോട്ടോ വോൾട്ടൈക് സെല്ലിന് ഒരു എക്സാമ്പിൾ ആണ് സോളാർ സെൽ എന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ലെഡ് ആസിഡ് ബാറ്ററി ഈസ് ജനറലി യൂസ്ഡ് ഫോർ. എവിടെയാണ് ലെഡ് ആസിഡ് ബാറ്ററി യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, UPS ഇൻവെർട്ടറിൽ, അതേപോലെ തന്നെ നമ്മുടെ കാറ് ഓട്ടോമൊബൈൽസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഓട്ടോമൊബൈൽസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലെഡ് ആസിഡ് സെൽസ് യൂസ് ചെയ്യുന്നത്. ലെഡ് ആസിഡ് ബാറ്ററീസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ് ബിക്കോസ് ദേ ക്യാൻ സപ്ലൈ അറ്റ് എ ഹൈ കറണ്ട് റിക്വയർഡ് ഫോർ starting the engine, lighting and ignition. They are rechargeable and economical. ഓക്കെ, റീചാർജ് ചെയ്യാൻ പറ്റും, അതേപോലെ എക്കണോമിക്കലും ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലെഡ് ആസിഡ് ബാറ്ററി ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി ഓട്ടോമൊബൈൽസിൽ, UPS ഇൻവെർട്ടേഴ്സിൽ യൂസ് ചെയ്യും. അതേപോലെ സിൽവർ ഓക്സൈഡ് ബാറ്ററി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാച്ചസിൽ നമ്മൾ യൂസ് ചെയ്യും. ദെൻ നിക്കൽ കാഡ്മിയം ബാറ്ററി എയർക്രാഫ്റ്റ് എമർജൻസി ലൈറ്റിങ്ങിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, നിക്കൽ കാഡ്മിയം ബാറ്ററി യൂസ് ചെയ്യാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ ലെഡ് ആസിഡ് സെൽ ഈസ് ചാർജ്ഡ് ദ പോസിറ്റീവ് പ്ലേറ്റ്. ഇത് നമ്മൾ കുറേ ലെഡ് ആസിഡിന്റെ പറഞ്ഞതാണ്. പോസിറ്റീവ് പ്ലേറ്റ് വരുന്നത് ഏതാണ്, ലെഡ് ഡയോക്സൈഡ് ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക, PbO2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ്, അപ്പോൾ നെഗറ്റീവ് പ്ലേറ്റ് എന്തായിരുന്നു, സ്പോഞ്ചി ലെഡ് ആണ്. ഇലക്ട്രോലൈറ്റ് എന്തായിരുന്നു, H2SO4 ആണ്. ഓക്കെ, അത് പറയണ്ടല്ലോ, നമ്മളിത് നേരത്തെ പറഞ്ഞു പോയതാ. ദെൻ ദ സ്റ്റോറേജ് ബാറ്ററി ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന, മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് സെല്ല് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഡൗട്ട് വേണ്ട, ലെഡ് ആസിഡ് സെല്ലായിരിക്കും. The lead acid battery is most widely used in storage battery because it is rechargeable, low cost, reliable and capable of supplying high current. So അതുകൊണ്ടാണ് ലെഡ് ആസിഡ് സെല്ലിനെ നമ്മൾ എന്ത് സെല്ലായിട്ട്, സ്റ്റോറേജ് സെല്ലായിട്ട് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽ, UPS സിസ്റ്റം, പവർ സ്റ്റേഷൻ ആൻഡ് എമർജൻസി ലൈറ്റിങ്ങിന് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ലെഡ് ആസിഡ് സെല്ല് യൂസ് ചെയ്യാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആറ്റം ആൻഡ് ആൻ അയോൺ. ഓക്കെ, ആറ്റം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഒരു പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോലിസിസ് പ്രോസസ്സ് നടത്തുന്ന ടൈമിൽ എന്ത് ചെയ്യും, അയോൺസ് മൂവ് ചെയ്യും. അതായത് പോസിറ്റീവ് അയോൺസ്, നെഗറ്റീവ് അയോൺസ് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന അതായത് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ അയോൺസ് എന്ന് പറയുന്നത്. ഇവിടെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അയോൺസ് ഹാവ് ഓൾവേസ് ലാർജർ മാസ് ദാൻ ആറ്റം ഓഫ് ദ സെയിം എലമെന്റ്. അല്ല, ആ ഒരു ഓപ്ഷൻ വരത്തില്ല. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. അയോൺസ് ആർ ന്യൂട്രൽ പാർട്ടിക്കിൾസ് വൈൽ ആറ്റംസ് ഓൾവേസ് ക്യാരി എ പോസിറ്റീവ് ചാർജ്. ഇല്ല, അയോൺസ് ഒരിക്കലും ന്യൂട്രൽ പാർട്ടിക്കിൾസ് അല്ല. ആറ്റംസ് പോസിറ്റീവ് ചാർജസ് ആണോ ക്യാരി ചെയ്യുന്നത്? അല്ല, ആറ്റംസ് നെഗറ്റീവ് ചാർജസ് ആണ് ക്യാരി ചെയ്യുന്നത്. അതിൻ്റെ ഇൻസൈഡ് ആണ് എന്തിരിക്കുന്നത്, ന്യൂട്രോണും അതേപോലെ തന്നെ നമ്മുടെ പ്രോട്ടോണും അതിൻ്റെ സെൻട്രലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ചുറ്റും കിടന്ന് ഓടുന്നത് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് ആണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് എന്തായാലും വരത്തില്ല. ദെൻ ഓപ്ഷൻ സി നോക്കാം. അയോൺസ് ആർ ഓൾവേസ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് വൈൽ ആറ്റംസ് ആർ ന്യൂട്രൽ ആസ് എ വോൾ. കറക്റ്റ് ആണ്. അയോൺസ് എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും. കാരണം ഇവിടെ മൂവ്മെന്റ് നടക്കുന്നത് കൊണ്ട് അത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ആറ്റംസ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കും. ദെൻ അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഓപ്ഷൻ ഡി കൂടെ നമുക്ക് നോക്കാം. അയോൺസ് ക്യാൻ ഓൺലി എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. അയോൺസ് ലിക്വിഡ് സൊല്യൂഷനിൽ മാത്രമല്ല ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. അയോൺസ് ആർ ഓൾവേസ് ചാർജ്ഡ് പാർട്ടിക്കിൾ വൈൽ ആറ്റംസ് ആർ ന്യൂട്രൽ ആസ് എ വോൾ. അതായത് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. An atom is a electrically neutral because it has an equal number of proton and equal number of electrons. ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഈക്വൽ ആയിരിക്കും. സോ ഇതിനെ നമ്മൾ ആറ്റത്തിന് എന്തെന്ന് പറയും? ന്യൂട്രൽ ആണെന്ന് പറയും. Okay, an ion is a charged particle formed when an atom loses or gains electrons. അതാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്നുണ്ട്, അതേപോലെ ഇങ്ങോട്ട് എടുക്കുന്നുമുണ്ട് അയോൺസ് ചെയ്യുന്നത്. അയോൺസ് അതാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്
അയോൺസ്, ലോസ് ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരുണ്ട് കാറ്റയോൺ. ഓക്കെ, മേ ബി ചോദിക്കാം. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇലക്ട്രോൺസിന് അയോൺസിൻ്റെ കാര്യത്തിൽ ഇത് കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വരുമ്പോൾ ഇലക്ട്രോളിസിസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ അയോൺസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളിവിടെ ഓർക്കേണ്ടത് ലോസ് ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ പോസിറ്റീവ് അയോൺ എന്ന് പറയും. അതിന് നമ്മൾ പറയുന്ന പേരാണ് കാറ്റയോൺ. അടുത്ത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് അയോൺ ആണ്. അതിൻ്റെ പേരാണ് ആനയോൺ. നമ്മൾ ആനോഡും കാഥോഡും പറയുന്നത് പോലെ രണ്ട് സാധനമാണ് കാറ്റയോണും ആനയോണും. ഓർത്തു വെച്ചേക്കാം. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ Na+, നിങ്ങളൊന്ന് നോക്കിക്കേ. Na+ എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾ സോഡിയത്തിന് Na എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Na+ എന്ന് വരാറുണ്ട്. Na+ എന്ന് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തു. ഓക്കെ, ഒരു ഇലക്ട്രോൺ വിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്കവിടെ പോസിറ്റീവ് അയോൺ, അതായത് Na+ എന്ന് വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാറ്റയോണെന്നും. ഗെയിനും ഒരു ഇലക്ട്രോണിന് കിട്ടി. ഓക്കെ, ഒരു ഇലക്ട്രോൺ കിട്ടുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും, അതിന് നെഗറ്റീവ് അയോൺ എന്ന് പറയും. അപ്പം ഫോർ എക്സാമ്പിൾ Cl- എന്ന് നമ്മൾ എഴുതാറില്ലേ, അതായത് ഒരു ഇലക്ട്രോൺ കിട്ടിയപ്പോഴാണ് അവിടെ Cl- എന്നായത്. ദെൻ അതിന് നമ്മൾ ആനയോൺ എന്ന് പറയും. ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, അയോൺസ് ആർ ഓൾവേസ് ചാർജ്ഡ് പാർട്ടിക്കിൾ വൈൽ ആറ്റംസ് ആർ ന്യൂട്രൽ ആസ് വോൾ. ഈ അയോൺസ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആവുന്നത് ഇതെന്ത് ചെയ്യുന്നുണ്ട്, മൂവ്മെന്റ് നടക്കുന്നുണ്ട്, വിട്ടുകൊടുക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്, ലോസ് ചെയ്യുന്നുണ്ട്, ഗെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ മൂവ്ഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In which of the following cell is the chemical action not reversible? Chemical action not reversible ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈമറി സെല്ല്, നിക്കൽ അയൺ സെല്ല്, അതേപോലെ നിക്കൽ കാഡ്മിയം സെല്ല്, സെക്കൻഡറി സെല്ല്. ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, കെമിക്കൽ റിയാക്ഷൻ നോട്ട് റിവേഴ്സിബിൾ ആയിട്ട് നടക്കാത്തത് എവിടെയാണ്, പ്രൈമറി സെല്ലിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ, പ്രൈമറി സെൽ. ദ കെമിക്കൽ റിയാക്ഷൻ ഇൻ എ പ്രൈമറി സെൽ ഈസ് ഇറിവേഴ്സിബിൾ. സോ ഇറ്റ് കനോട്ട് ബി റീചാർജ്ഡ്. അതെന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. നിക്കൽ NiFe ആൻഡ് നിക്കൽ കാഡ്മിയം സെൽ ആർ സെക്കൻഡറി സെൽസ്. ഓക്കെ, നിക്കൽ അയൺ സെല്ലും അതേപോലെ നിക്കൽ കാഡ്മിയം സെൽ എന്ന് പറയുന്നത് സെക്കൻഡറി സെല്ലാണ്, വിച്ച് ഹാവ് എ റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ക്യാൻ ബി റീചാർജ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ലെഡ് ആസിഡ് സെൽ ഹാവ് എ 11 plates. ഇഫ് ദി മാനുഫാക്ചേഴ്സ് ഡേറ്റ ഈസ് നോട്ട് അവൈലബിൾ, വാട്ട് വുഡ് ബി ദ ചാർജിങ് കറണ്ട്? എത്രയായിരിക്കും എൻ്റെ ചാർജിങ് കറണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇഫ് ദ മാനുഫാക്ചേഴ്സ് ചാർജിങ് കറണ്ട് ഈസ് നോട്ട് സ്പെസിഫൈഡ്, സോ കോമൺ ഗൈഡ് ലൈൻസ്, അതായത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചാർജിങ് കറണ്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് പ്ലേറ്റ്സ് എത്ര തന്നിട്ടുണ്ട്, 11 തന്നിട്ടുണ്ട്. 11 ഡിവൈഡഡ് ബൈ 2 നമുക്ക് ചെയ്യുമ്പോൾ 5.5 എന്നാണ് കിട്ടുന്നത്. 5.5 ആംപിയർ എന്ന് കിട്ടും. ഈ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ നോക്കിക്കേ. 5 ആംപിയർ ഉണ്ട്, 6 ആംപിയർ ഉണ്ട്, 11 ആംപിയർ ഉണ്ട്, 2.5 ഉണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഏതാണോ ഈക്വൽ ആയിട്ട് വരുന്നത് അത് വേണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഓപ്ഷൻ ബി കൊടുത്തൂടെ എന്ന്. അപ്രോക്സിമേറ്റ്ലി ഏത് വാല്യൂസിന് അടുത്താണോ വരുന്നത്, അതായത് ചാർജിങ് അപ്രോക്സിമേറ്റ്ലി എന്നല്ലേ, ഏത് ചാർജിന് അടുത്താണോ വരുന്നത് അത് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഓക്കെ, ഇവിടെ നമുക്ക് വേറെ നമ്മുടെ നമ്പർ ഓഫ് പ്ലേറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ നമുക്ക് ഇതൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നോർമലി നമ്മുടെ കോമൺ ഗൈഡ് ലൈൻസിൽ പറയുന്ന ഒരു ഇക്വേഷൻ ആണ് ചാർജിങ് കറണ്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഡിവൈഡഡ് ബൈ 2. നമുക്ക് എത്ര നമ്പർ ഓഫ് പ്ലേറ്റ്സ് തന്നിട്ടുണ്ടോ അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് അതിൻ്റെ ചാർജിങ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത്, ഇനി ലെഡ് ആസിഡ് ബാറ്ററി സെപ്പറേറ്റേഴ്സ് ആർ പ്രൊവൈഡഡ് ടു. എങ്ങനെയായിരിക്കും അതായത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. റെഡ്യൂസ് ഇന്റേണൽ റെസിസ്റ്റൻസ്, ലിമിറ്റ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇൻക്രീസ് ദി എഫിഷ്യൻസി,
അവോയ്ഡ് ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ടും. ഓക്കെ, എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സെപ്പറേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനായിരിക്കും? നമുക്ക് ഒട്ടും ഡൗട്ട് വേണ്ട, അവോയ്ഡ് ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് അവോയ്ഡ് ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ട്. സെപ്പറേറ്റേഴ്സ് ആർ ഇൻസുലേറ്റിംഗ് ഷീറ്റ്സ് പ്ലേസ്ഡ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ്സ്. ദേ ആർ പ്രിവെൻറ്റ് ഡയറക്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ പ്ലേറ്റ്സ്. അതായത് ഈ രണ്ട് പ്ലേറ്റ്സും തമ്മിലുള്ള ഡയറക്റ്റ് കോണ്ടാക്ട്സ് ഒഴിവാക്കും. അതേപോലെ തന്നെ അലോ ഇലക്ട്രോലൈറ്റ് മൂവ്മെൻറ്റ്. അതേപോലെ തന്നെ പ്രിവെൻറ്റ് ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ട്സ്. പ്രിവെൻറ്റ് ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആക്റ്റീവ് മെറ്റീരിയൽ ഓഫ് എ ലെഡ് ആസിഡ് സെൽ ആർ. ഏതാണ് ആക്റ്റീവ് മെറ്റീരിയൽ? ലെഡ് ആസിഡ് സെല്ലിന്റെ ആക്റ്റീവ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെഡ് പെറോക്സൈഡ്. ലെഡ് പെറോക്സൈഡ് എന്തായിരുന്നു? ഇനിയും ലെഡ് ആസിഡ്. കാരണം ലെഡ് ആസിഡ് എന്ന് ഞാൻ കുറേ ടൈംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ലെഡ് ആസിഡ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നോക്കണ്ട ഇത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ലെഡ് ആസിഡ് സെൽ എന്ന് പറയുന്നത് ഇതിൽ ഏത് ആക്റ്റീവ് മെറ്റീരിയൽസ് ഏതൊക്കെയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ലെഡ് പെറോക്സൈഡ് എന്ത് പ്ലേറ്റ് ആയിരുന്നു? നെഗറ്റീവ് പ്ലേറ്റ് ആയിരുന്നോ പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിരുന്നോ? നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിരുന്നോ പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിരുന്നോ? ലെഡ് പെറോക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ്, അതായത് ആനോഡ് ആയിരുന്നു. ഓക്കെ, സ്പോഞ്ചി ലെഡ് എന്ന് പറയുന്നതോ കാഥോഡ് ആയിരുന്നു. നെഗറ്റീവ് പ്ലേറ്റ് ആണ് സ്പോഞ്ചി ലെഡ്. ഓക്കെ, ദെൻ അടുത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് എന്തായിരുന്നു? ഇലക്ട്രോലൈറ്റ് ആയിരുന്നു ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഓൾ ഓഫ് ദി എബോ. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണ്. കണ്ടോ, ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ ലെഡ് ആസിഡ് എന്ന് ചോദിച്ചെന്ന് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഓൾ ഓഫ് ദി എബോ. പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡ് ആയിരിക്കും. അതേപോലെ നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് സ്പോഞ്ചി ലെഡ് ആണ്. അതേപോലെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും. ഇനി അടുത്ത് സൾഫേഷൻ ഓഫ് എ ലെഡ് ആസിഡ് ബാറ്ററി ഒക്കേഴ്സ് ഡ്യൂ ടു. ഇനി സൾഫേഷൻ, അതായത് ബാറ്ററിക്ക് പറ്റുന്ന ഒരു ഡിഫക്റ്റീവായിട്ട് പറ്റുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന് സൾഫേഷൻ, ബക്കലിങ് ഒക്കെ നമുക്ക് ബാറ്ററിക്ക് പറ്റുന്ന ഒരു സംഭവമാണ്. ഈ സൾഫേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിൽ ഈ സൾഫേറ്റ് എന്ത് ചെയ്യും? ഈ ബാറ്ററിയുടെ സൈഡിലൊക്കെ അടിഞ്ഞു കൂടാറുണ്ട്. ഓക്കെ, ഈ അടിഞ്ഞുകൂടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സൾഫേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓവർ ചാർജിങ്, ഇൻകംപ്ലീറ്റ് ചാർജിങ്, സ്ലോ ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ്. എന്തുകൊണ്ടാണ് സൾഫേഷൻ ഉണ്ടാവുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ലെഡ് സൾഫേറ്റ് വന്ന് അടിഞ്ഞ് ഈ ഒരു വൈറ്റിഷ് കളറിൽ, നിങ്ങൾ ഇൻഡസ്ട്രിയിലൊക്കെ പോകുമ്പോൾ ചിലടത്ത് ബാറ്ററിയിൽ ഇങ്ങനെ ഒരു സൈഡിൽ ഈ വൈറ്റ് കളറിൽ ഇങ്ങനൊരു സാധനം ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടാവാം. അതിനെയാണ് നമ്മൾ സൾഫേഷൻ എന്ന് പറയുന്നത്. അത് ബാറ്ററിക്ക് ഉണ്ടാകുന്ന ഒരു അതായത് നമുക്കൊരു രോഗം ഉണ്ടാകുന്ന പോലെ ബാറ്ററിക്ക് ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ് ആ സൾഫേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻകംപ്ലീറ്റ് ചാർജിങ്, പ്രോപ്പറായിട്ട് ചാർജിങ് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാതെ വരുന്ന ടൈമിൽ നമുക്ക് വരുന്ന ഒരു സംഭവമാണ് സൾഫേഷൻ എന്ന് പറയുന്നത്. Sulfation occurs when the battery remains discharged or is repeatedly undercharged. Hard lead sulfate crystals form on the plates, reducing the battery capacity. ഇങ്ങനെ സൾഫേഷൻ വരുമ്പോൾ ബാറ്ററിക്ക് എന്താണ്? അതൊരു ഡ്രോബാക്ക് ആണ്. ബാറ്ററി എന്ത് ചെയ്യും? നശിച്ചു പോകും. അങ്ങനെ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറയും. അപ്പോൾ ബാറ്ററിക്ക് സംഭവിക്കുന്ന, നമ്മളെ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ സംഭവിക്കുന്ന ഒരു സംഭവമാണ് സൾഫേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിക്ക് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദി ഫോളോയിങ്. ഈ ക്വസ്റ്റ്യൻ ഈ തന്നിട്ടുള്ളതിൽ ഓഡ് വൺ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇലക്ട്രോ ടൈപ്പിംഗ്, അതേപോലെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഇലക്ട്രോ മെറ്റലർജി ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗ്. ഓക്കെ, ഈ ഇലക്ട്രോ പ്ലേറ്റിങ്ങും ഇലക്ട്രോ ടൈപ്പിംഗ് അതേപോലെ ഇലക്ട്രോ മെറ്റലർജിയൊക്കെ വരുന്നത് നമ്മുടെ ഇലക്ട്രോലിസിസിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടായിരിക്കും വരുന്നത്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ പുറത്ത് മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോ ടൈപ്പിങ്ങും ഇലക്ട്രോ മെറ്റലർജിയും അതേപോലെ നമ്മൾ ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മുടെ എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? ഇലക്ട്രോലിസിസിൻ്റെ ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോലിസിസിൻ്റെ ആപ്ലിക്കേഷൻ അല്ല. അപ്പം നമുക്ക് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്.
electroplating, electrotyping and electrometallurgy are all application of electrolysis. Then electrogas welding is a welding process, not an electrolysis process. അത് ഇലക്ട്രോളിസിന്റെ പ്രോസസ്സ് അല്ല. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? ഇലക്ട്രോഗ്യാസ് വെൽഡിംഗ്. അപ്പോൾ ഇവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ കിട്ടി. ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ ഇലക്ട്രോളിസിന്റെ? ഇലക്ട്രോപ്ലേറ്റിംഗ്, ഇലക്ട്രോടൈപ്പിംഗ്, അതേപോലെ ഇലക്ട്രോമെറ്റലർജി എന്നൊക്കെ പറയുന്നതാണ് ഇലക്ട്രോളിസിന്റെ ആപ്ലിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹീറ്റിംഗ് ഡ്യൂ ടു ആർക്ക് പ്രൊഡ്യൂസ് വെൻ ദ എയർ ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ്സ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബിക്കംസ്. ഓക്കെ, അതായത് ഒരു ആർക്ക് എയർ ഹീറ്റിംഗ് ഡ്യൂ ടു ആർക്ക് പ്രൊഡ്യൂസ് വെൻ എയർ ബിറ്റ്വീൻ ദി ഒരു പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റ്സിൽ ഹീറ്റ് കൊടുക്കുമ്പോൾ ഒരു ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോയ്സ്ചറൈസ്ഡ് ആവുമ്പോഴാണോ, ഡ്രൈ ആവുമ്പോഴാണോ, അയണൈസ്ഡ് ആവുമ്പോഴാണോ, ഇവാക്യുവേറ്റഡ് ആവുമ്പോഴാണോ? ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. അയണൈസ്ഡ് ആവുന്ന ടൈമിലാണ്. കാരണം the electric arc is produced when the air between two electrodes becomes ionized. അയണൈസ്ഡ് ആവുന്ന സമയത്താണ് രണ്ട് പോസിറ്റീവ് പ്ലേറ്റിലും നെഗറ്റീവ് ഇലക്ട്രോഡിലും തമ്മിൽ ഒരു ആർക്ക് കിട്ടുന്നത്. ദെൻ അയണൈസ്ഡ് എയർ കണ്ടെയ്ൻ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് മേക്കിംഗ് ഇറ്റ് കണ്ടക്റ്റീവ്. ദിസ് അലൗസ് ലാർജ് കറണ്ട് ടു ഫ്ലോ, പ്രൊഡ്യൂസ് ഇൻറ്റൻസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അയണൈസ്ഡ് എയർ കണ്ടെയ്ൻ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് അയൺസ്. ഈ അയണൈസ്ഡ് എയറിൽ നമ്മൾ എന്തൊക്കെയുണ്ട്? ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസും ഉണ്ട്, അതേപോലെ തന്നെ അയോൺസും ഉണ്ട്. സോ മേക്കിംഗ് ഇറ്റ് കണ്ടക്റ്റീവ്. ദിസ് അലൗസ് ലാർജ് കറണ്ട് ടു ഫ്ലോ. ഈ ഒരു സംഭവം, അതായത് അയൺസ് മൂവ് അല്ലേ ചെയ്യുന്നത്, മൂവ് ചെയ്യുമ്പോൾ ഒരു ലാർജ് കറണ്ട് ഫ്ലോ അവിടെ ഉണ്ടാവും. പ്രൊഡ്യൂസിങ് ഇൻറ്റൻസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അവിടെ ഒരു ഇൻറ്റൻസ് ഹീറ്റും ലൈറ്റും ഉണ്ടാവും. അങ്ങനെ ഒരു ആർക്ക് അവിടെ കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി അയണൈസ്ഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഓഫ് ദ നോമിനൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ കാർബൺ സിങ്ക് സെല്ല്? കാർബൺ സിങ്ക് സെല്ലിൻ്റെ നോമിനൽ വോൾട്ടേജ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കാർബൺ സിങ്ക് സെല്ലിൻ്റെ മറ്റൊരു പേരെന്തായിരുന്നു? ഒന്ന് ഓർത്ത് പറഞ്ഞേ. കാർബൺ സെല്ലിൻ്റെ മറ്റൊരു പേരാണ് ലെക്ലാഞ്ചെ സെൽ അല്ലെങ്കിൽ ഡ്രൈ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ സെല്ലിൻ്റെ നോമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.5 വോൾട്ട് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു 2 വോൾട്ട് കിടക്കുന്നുണ്ട്. അത് ഏതിൻ്റെ വോൾട്ടേജ് ആയിരിക്കും? നോമിനൽ വോൾട്ടേജ് ആയിരിക്കും. നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിയുടെ വോൾട്ടേജ് ആണ് 2 വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. 1.5 വോൾട്ട് ആണ് നമ്മുടെ കാർബൺ സിങ്കിൻ്റെ നോമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. എ ലെഡ് ആസിഡ് സെൽ ഈസ് എ റീചാർജബിൾ ബിക്കോസ്. എന്തുകൊണ്ടാണ്? Its electrolyte is sulfuric acid. It is a wet cell. It is a chemical reaction is reversible. Its electrolyte has a high specific gravity. ഇവിടെ നിങ്ങൾക്ക് 2 സാധനം ഡൗട്ട് വരാം. അതായത് ഏത് ഓപ്ഷനാണ്? 2 ഓപ്ഷൻ വരാം. ഒന്ന്, ഇറ്റ്സ് ഇലക്ട്രോലൈറ്റ് ഈസ് എ സൾഫ്യൂരിക് ആസിഡും അതേപോലെ തന്നെ ഇറ്റ്സ് കെമിക്കൽ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ. ഇങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് വരുന്ന ആൻസർ വേണം സെലക്ട് ചെയ്യാൻ. കാരണം ഇവിടെ ലെഡ് ആസിഡ് സെൽ ഈസ് എ റീചാർജബിൾ ബിക്കോസ്. എന്തുകൊണ്ടാണ് റീചാർജ് ആവുന്നതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ കെമിക്കൽ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ. കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സിബിൾ ഡയറക്ഷനിൽ നടക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ലെഡ് ആസിഡ് സെല്ല് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ എയും കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുക. ക്വസ്റ്റ്യനിൽ ഏതാണോ അവർ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇറ്റ്സ് കെമിക്കൽ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ. A lead acid battery can be recharged because the chemical reaction inside the battery is reversible. During the charging, the original chemicals are restored, allowing the battery to be used again. Okay അല്ലേ? അപ്പോൾ ആൻസർ വരുന്നത് കെമിക്കൽ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ. അടുത്ത ക്വസ്റ്റ്യൻ. എ 100 ampere hour battery should be deliver a current of 10 ampere for a approximately. ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എത്ര മണിക്കൂറിൽ നമ്മുടെ ഈ ബാറ്ററി നിൽക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമില്ല. നിങ്ങൾ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എത്ര ടൈമിൽ ബാക്കപ്പ് കിട്ടുമെന്ന്. അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി തന്നിട്ടുണ്ട്. ബാറ്ററി കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ കറണ്ട് ചെയ്താൽ മതി.
ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് 100 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. കറണ്ട് എന്ന് പറയുന്നത് 8 ആംപിയർ തന്നിട്ടുണ്ട്. നമുക്ക് 12.5 ഹവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഈ 12.5 ഹവർ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. 12 അവർ ഉണ്ട്, 8 അവർ ഉണ്ട്, 20 അവർ ഉണ്ട്, 100 അവർ ഉണ്ട്. ഓക്കെ, മോസ്റ്റ്ലി ആക്യുറേറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ബാറ്ററി കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ കറണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടൈം, എത്ര ടൈം ബാക്കപ്പ്, അതായത് എത്ര ടൈം ചാർജ് നിൽക്കുമെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബാറ്ററി എത്ര ടൈം നിൽക്കുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അപ്രോക്സിമേറ്റ്ലി വാല്യൂ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 12 അവർ ആയിരിക്കും ഈ ഒരു 100 ആംപിയർ അവർ ഉള്ള ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി എത്ര മണിക്കൂർ നിൽക്കും? ഒരു 12 അവർ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ലെഡ് ആസിഡ് ബാറ്ററി ദ ലെവൽ ഓഫ് ഇലക്ട്രോലൈറ്റ് ഷുഡ് ബി. ഓക്കെ, ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റ് എങ്ങനെ ആയിരിക്കും ഉണ്ടാവേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. എബോവ് ദ ലെവൽ ഓഫ് പ്ലേറ്റ്സ്, ബിലോ ദ ലെവൽ ഓഫ് പ്ലേറ്റ്സ്, ഈക്വൽ ടു ദ ലെവൽ ഓഫ് പ്ലേറ്റ്സ്, നൺ ഓഫ് ദി എബോവ്. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും, എബോവ് ദി ലെവൽ ഓഫ് പ്ലേറ്റ്സ്. എപ്പോഴും നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ, അതായത് പ്ലേറ്റിൻ്റെ മുകളിലായിരിക്കണം, പ്ലേറ്റിൻ്റെ മുകൾ വരെ നമുക്ക് എന്തുണ്ടാവണം? ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവണം. അപ്പോൾ എബോവ് ദി ലെവൽ ഓഫ് പ്ലേറ്റ്സ്, ആ പ്ലേറ്റ്സിൻ്റെ എബോവ് ആയിരിക്കണം. ദെൻ ദ ഇലക്ട്രോലൈറ്റ് ഷുഡ് ഓൾവേസ് be above the battery plates so that the plates remain fully immersed. If the plates are exposed to air, they may become damaged due to sulfation, reducing battery life. അതായത് ഇങ്ങനെ നമ്മൾ ഇലക്ട്രോലൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? അവിടെ ചിലപ്പം ഡിസ്ചാർജിങ് ടൈമിൽ എന്ത് ചെയ്യാൻ സംഭവിക്കാം? സൾഫേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും എബോവ് ദ പ്ലേറ്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡ്രൈ സ്റ്റോറേജ് സെല്ല്? ഇതിൽ ഡ്രൈ സ്റ്റോറേജ് സെല്ല് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എഡിസൺ സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്, മെർക്കുറി സെല്ല്, അതേപോലെ തന്നെ കാർബൺ സിങ്ക് സെല്ല്. നമുക്ക് ആൻസർ വരുന്നത് മെർക്കുറി സെല്ലാണ്. മെർക്കുറി സെൽ ഈസ് എ സീൽഡ് dry primary cell. It is a paste electrolyte, so it is a classified as a dry cell. അതുകൊണ്ട് ഇതിന് എന്ത് പറയുന്നുണ്ട്? ഡ്രൈ സെൽ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വെറ്റ് ഡ്രൈ സെല്ല്, നമ്മൾ ലെക്ലാഞ്ചെ സെല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ലെക്ലാഞ്ചെ സെല്ലിൽ നമ്മൾ, അല്ലെങ്കിൽ കാർബൺ സിങ്ക് സെല്ലിലും നമുക്ക് വെറ്റും ഡ്രൈയും പറയുന്നുണ്ട്. അവിടെ ഡ്രൈ വരുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അമോണിയം ക്ലോറൈഡിൻ്റെ പേസ്റ്റ് രൂപത്തിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ കാർബൺ സിങ്ക് പറഞ്ഞിട്ടില്ലേ, അതായത് നമ്മുടെ ലെക്ലാഞ്ചെ സെല്ല് പറഞ്ഞ ടൈമിൽ നമ്മുടെ ഇലക്ട്രോലൈറ്റ് വെറ്റും ഉണ്ട് ഡ്രൈയും ഉണ്ട്. ഈ ഡ്രൈ സെല്ല് വരുമ്പോൾ ഡ്രൈ കണ്ടീഷനിൽ നമ്മൾ പേസ്റ്റ് രൂപത്തിലായിരിക്കും അമോണിയം ക്ലോറൈഡ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെയും നമ്മൾ എന്തായിരിക്കും ഇറ്റ് യൂസസ് എ ഡ്രൈ എന്ന് പറയുമ്പോൾ പേസ്റ്റ് എന്ന് ഓർക്കുക. ഇറ്റ് യൂസ് എ പേസ്റ്റ് ഇലക്ട്രോലൈറ്റ്, പേസ്റ്റ് ആയിട്ടുള്ളൊരു ഇലക്ട്രോലൈറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരുന്നത് സി മെർക്കുറി സെൽ ആയിരിക്കും. ദെൻ EMF ഓഫ് എ സെൽ ഡിപ്പെൻഡ്സ് ഓൺ. EMF ഓഫ്, അതായത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഒരു സെല്ലിൻ്റെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണോ, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണോ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണോ, ഇലക്ട്രോലൈറ്റ് ആണോ, ഏരിയ ഓഫ് പ്ലേറ്റ്സ് ഇൻസൈഡ് ഇലക്ട്രോലൈറ്റ് ആണോ? നമുക്ക് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇലക്ട്രോലൈറ്റിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, EMF ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? ഇലക്ട്രോലൈറ്റിനെയാണ്. Then EMF of a electromotive force of a cell depends mainly on the electrode materials and the electrolyte used in the cell. ഇലക്ട്രോഡുകളെയും ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ചേഞ്ചിങ് ദി ഇലക്ട്രോലൈറ്റ് ചേഞ്ചസ് ദ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ദെയർഫോർ ദി EMF. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇലക്ട്രോലൈറ്റ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. EMF ഓഫ് എ സെൽ ഡിപ്പെൻഡ്സ് ഓൺ ഇലക്ട്രോലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സെൽ ഈസ് മോസ്റ്റ് ഓഫൺ യൂസ്ഡ് ഇൻ ഡിജിറ്റൽ വാച്ചസ്? ഡിജിറ്റൽ വാച്ചസിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന സെൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. മെർക്കുറി സെൽസ് ആണ്. ട്രഡീഷണലി മെർക്കുറി സെൽസ് വെയർ യൂസ്ഡ് ഇൻ എ ഡിജിറ്റൽ വാച്ചസ് ബിക്കോസ് ദേ പ്രൊവൈഡ് സ്മോൾ സൈസ്, സ്റ്റേബിൾ വോൾട്ടേജ് ആൻഡ് ലോങ് ലൈഫ്. ഓക്കെ, നമുക്ക് ലോങ് ലൈഫ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? മെർക്കുറി സെൽസ്. അപ്പോൾ മെർക്കുറി സെൽസ് ആണ് ഡിജിറ്റൽ വാച്ചസിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്.
Then അടുത്ത question, the bending of a electrodes of a lead acid cell due to overcharging and discharging or improper electrolyte temperature is known as. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ ബാറ്ററിയുടെ ഡിഫെക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാറ്ററിക്ക് എന്തൊക്കെ പോരായ്മകൾ വരാം, ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോപ്പർ അല്ലെങ്കിൽ എന്തൊക്കെ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞതാണ് ഒന്ന് സൾഫേഷനും ഒന്ന് ബക്കലിങ്, പിന്നെ ഒരെണ്ണം ഉണ്ട് സെഡിമെൻറ്റേഷൻ. ഓക്കെ, സെഡിമെൻറ്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ മറ്റേ വാട്ടറും മണ്ണും ഒക്കെ വേർതിരിച്ചെടുക്കുക നമ്മൾ ചെയ്യുന്നതാണ് സെഡിമെൻറ്റേഷൻ. അതേപോലെ ബാറ്ററിയിലും നമ്മൾ സെഡിമെൻറ്റേഷൻ വരാറുണ്ട്. അതേപോലെ തന്നെ വരുന്നതാണ് ബക്കലിംഗ്. ഓവറായിട്ട് ചാർജ് ചെയ്യുമ്പോഴും അതേപോലെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ഇലക്ട്രോലൈറ്റിൻ്റെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് പ്രോപ്പറായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിലൊക്കെ നമ്മുടെ എന്ത് ചെയ്യും, ഇലക്ട്രോഡ്സ് എന്ത് ചെയ്യും, വളയും. അതായത് ഒന്ന് എന്ത് ചെയ്യും, ബെൻഡാവും. ആ ബെൻഡാവുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്നതാണ് ബക്കലിംഗ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇപ്പോൾ ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ് ഇൻ ലെഡ് ആസിഡ് സെല്ല്, ലെഡ് ആസിഡ് സെല്ലിൽ മാത്രമല്ല ബാറ്ററി മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ബാറ്ററീസിലൊക്കെ ബക്കലിംഗ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് എന്ത് ചെയ്യുന്നു, ഒന്ന് ബെൻഡ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബക്കലിംഗ് എന്ന് പറയുന്നത്. ലെഡ് ആസിഡ് സെല്ലിൽ പറ്റുന്ന 2-3 ഡിഫക്ട്സ് ആണ് നമ്മൾ സൾഫേഷനും ബക്കലിങ്ങും അതേപോലെ തന്നെ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബക്കലിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബക്കലിംഗ് ഈസ് ദ ബെൻഡിങ് ഓർ wrapping of battery plates usually caused by overcharging, over discharging and high temperature വരുന്ന കണ്ടീഷനിലൊക്കെ നമുക്ക് എന്ത് വരും, ബക്കലിംഗ് സംഭവിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ബക്കലിംഗ് ഡിഫക്റ്റ് ഇൻ എ ലെഡ് ആസിഡ് ബാറ്ററി? ഓക്കെ, ബക്കലിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്? ഈ വളയുക എന്ന് പറഞ്ഞു, അതായത് ബെൻഡ് ആവുന്നതെന്ന് പറഞ്ഞു. ബെൻഡായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് തമ്മിൽ കൂട്ടിമുട്ടത്തിൽ ഈ 2 ഇലക്ട്രോഡ്സ് തമ്മിൽ കൂട്ടിമുട്ടും. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? മേക്കിംഗ് ഷോർട്ട് സർക്യൂട്ട് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ്. ആ ഇലക്ട്രോഡ്സ് തമ്മിൽ എന്ത് സംഭവിക്കും? ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ, ഓപ്ഷൻ സി, മേക്കിംഗ് ഷോർട്ട് circuit between the electrodes. When plates bend due to buckling, they may touch each other. അത് രണ്ടും നമ്മൾ തമ്മിൽ കൂട്ടിമുട്ടാം. Causing the internal short circuit inside the battery. അവിടെ ഒരു ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബക്കലിംഗ് കാരണം നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, കാരണം ഇത്രയും ആലോചിക്കുക, വളഞ്ഞു വരുന്ന സമയത്ത് ഈ ഇലക്ട്രോഡ്സ് അത്രയും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഈ ഇലക്ട്രോഡ്സ് വളയുന്ന ടൈമിൽ ഇത് തമ്മിൽ എന്തായാലും കൂട്ടിമുട്ടും. ആ ടൈമിൽ അവിടെ ഷോർട്ട് സർക്യൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത്, എ ബാറ്ററി ഗെറ്റ്സ് ചാർജ്ഡ് ദ ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇറ്റ്സ് ആസിഡ് വിൽ. ആ ടൈമിൽ എന്തായിരിക്കും അവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താ സംഭവിക്കുന്നതെന്നാണ്. ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും, റൈസ്. ഓക്കെ, ഇനി ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും, അതായത് ഫോൾ ചെയ്യും, താഴോട്ട് ഫോൾ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റൈസ്. ഓക്കെ, വെൻ ലെഡ് ആസിഡ് ബാറ്ററി ഈസ് ചാർജ്ഡ്, സൾഫ്യൂരിക് ആസിഡ് ഈസ് റീജനറേറ്റഡ്. As a result, specific gravity or density of the electrolyte increases. Then fully charged battery has a specific gravity of about 1.28. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1.28 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ലെഡ് ആസിഡ് സെല്ല് ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ ആ കറസ്പോണ്ടിങ് എന്ത് ചെയ്യും? നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യും. ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യും? സ്പെസിഫിക് ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇതിന് തിരിച്ചും ചോദിക്കാം. ഓക്കെ, അപ്പോൾ റൈസ് ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ ചാർജിങ് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബാറ്ററി ഈസ് എ കോമ്പിനേഷൻ ഓഫ്, ഭയങ്കര സിമ്പിൾ ആണ്, നിങ്ങൾ കണ്ടിട്ടുള്ള എന്തിൻ്റെ കോമ്പിനേഷനാണ് ബാറ്ററി? സെൽസുകൾ ചേർന്നിട്ടാണ് നമ്മൾ ബാറ്ററി ഉണ്ടാവുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്, കെമിക്കൽ സെൽസ്. എ ബാറ്ററി ഈസ് മെയ്ഡ് ബൈ കണക്റ്റിംഗ് 2 or more കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽസ് ടുഗദർ ടു ഒബ്റ്റെയിൻ എ റിക്വയർഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 12 വോൾട്ട് ബാറ്ററി, ലെഡ് ആസിഡ് ബാറ്ററി കണ്ടെയ്ൻ 6 സെൽസ്. ഒരു 12 വോൾട്ട് ബാറ്ററി, 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററിയിൽ എത്ര സെൽസ് ഉണ്ട്? 6 സെൽസ് ആണുള്ളത്. അതെങ്ങനെയാണ് കിട്ടിയത്?
കാരണം ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് നോമിനൽ വോൾട്ടേജ് എത്രയാണ് 2 വോൾട്ട് ആണ്. അപ്പോൾ 6 × 2 12 വോൾട്ട്. ഈച്ച് സെല്ല് 2 വോൾട്ട്. ഓരോ സെല്ലും എത്രയാണ് 2 വോൾട്ട് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ കെമിക്കൽ സെൽസ് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു ബാറ്ററി ഉണ്ടാക്കുന്നത്. അപ്പോൾ 12 വോൾട്ടുള്ള ഒരു ബാറ്ററിയിൽ എത്ര സെൽസ് ഉണ്ട്? 6 സെൽസ് ആയിരിക്കും ഉണ്ടാവുന്നത്. Then the depolarizer used in a dry cell is, ഇത് നമ്മൾ ഫസ്റ്റിലെ പറഞ്ഞതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡീപോളറൈസർ ഏതാണ്? മാഗ്നീസ് ഡയോക്സൈഡ്, MnO2. ഓക്കെ, MnO2 ആണ് നമ്മുടെ മാഗ്നീസ് ഡയോക്സൈഡ് ആണ് ഡ്രൈ സെല്ലിൽ ഡീപോളറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദ കാർബൺ സിങ്ക് ഡ്രൈ സെല്ല്, കാർബൺ സിങ്ക് അല്ലെങ്കിൽ ഡ്രൈ സെല്ല് മാഗ്നീസ് ഡയോക്സൈഡ് ആക്ട് ആസ് എ depolarizer. It remove the hydrogen gas formed during the chemical reaction, preventing polarization. Polarization കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹെൽപ്പിംഗ് ദി സെൽ വർക്ക് എഫിഷ്യൻ്റ്ലി. ഈ പോളറൈസേഷൻ്റെ ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോ ലെങ്ത് ആയെന്ന് എനിക്കറിയാം. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ബാറ്ററീസും സെൽസിലും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ലെഡ് ആസിഡ് ബാറ്ററി. നിങ്ങൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഒരു ഓവർ റിവ്യൂ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഏകദേശം ഞാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സസും അതേപോലെ തന്നെ ഇതിൻ്റെ തിയറി പോർഷൻസും കൂടുതൽ വർക്കൗട്ട് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മുടെ സെൻറ്റർ സിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നന്നായിട്ട് ക്ലാസ്സസ് നിങ്ങൾക്ക്, അതായത് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണം, ക്വസ്റ്റ്യൻസ് മാത്രം പോരാ, എനിക്ക് തിയറി പോർഷൻസ് കൂടെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ആ ലിങ്കിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ താഴെ ഫോൺ നമ്പേഴ്സ് പോകുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ആ ഫോൺ നമ്പറിൽ ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതി. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്സാമിനെ പറ്റിയിട്ട് എന്തെങ്കിലും വിവരങ്ങൾ കൂടുതൽ വേണം, എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും, അപ്കമിങ് എക്സാംസിനെ പറ്റിയിട്ട് അറിയണമെങ്കിലും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ സീരീസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.